നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. മലപ്പുറം വഴിക്കടവ് വെള്ളക്കട്ടയിൽ അനന്തു എന്ന 15-കാരൻ്റെ അതിദാരുണമായ അന്ത്യം ഏതു മനുഷ്യൻ്റെയും കരളലിയിക്കുന്നതും കണ്ണ് നനയിക്കുന്നതുമാണ്. കുറ്റവാളിയെന്ന് സംശയിക്കുന്ന ആളെ പോലീസ് പിടികൂടിയിട്ടുമുണ്ട്. കുറ്റകരമായ ഈ പ്രവൃത്തിയിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥർക്കോ വകുപ്പിനോ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കുകയും തീർച്ചയായും നടപടിയെടുക്കുകയും വേണം. അതെല്ലാം ശരിയാണ്. പക്ഷേ മരണം വന്നപ്പോൾ അത് വെച്ച് 10 വോട്ട് എങ്ങനെ പിടിക്കാം എന്നാണ് ചിലർ ചിന്തിച്ചത്. മരണകാരണം കണ്ടെത്തും മുമ്പേ ഗൂഢാലോചന കണ്ടെത്തിയ വനമന്ത്രിയായാലും ഇടതു നേതാക്കളെ തടഞ്ഞ് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്ന UDF-കാരായാലും ചെയ്യുന്നത് മരണത്തെ വോട്ടാക്കാനുള്ള കളികളാണ്. തരം താഴ്ന്നതിനൊക്കെ ഒരു പരിധിയുണ്ടെന്ന് മാത്രമേ പറയാനുള്ളൂ. ന്യൂസ് 18 പൊതുവേദി പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. KK നാസറാണ് വയനാട് നിന്നും ചേരുന്നത്. ശ്രീ നാസർ, അത്യന്തം ദാരുണമായ ഒരു വാർത്തയാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 15 വയസ്സുകാരനായ മിടുമിടുക്കനായ ഒരു കുട്ടി, ആ കുട്ടിക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഇങ്ങനെ ഒരു അന്ത്യമൊക്കെ ഉണ്ടായിരിക്കുന്നു. പക്ഷേ അങ്ങനെ ഒരു അന്ത്യം ഉണ്ടാകുമ്പോഴും അതിലൊക്കെ രാഷ്ട്രീയം കാണുന്ന, അല്ലെങ്കിൽ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ട് അതിലേക്ക് രാഷ്ട്രീയം വലിച്ചിഴയ്ക്കാൻ അത് രണ്ട് മുന്നണികളും അതിൽ വ്യത്യാസമൊന്നുമല്ല. ആ ശ്രമത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? നമസ്കാരം സാർ. നമസ്കാരം സാറ് ചോദിച്ച ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ഫലപ്രദമായ ഒരു ചോദ്യമാണ്. നമ്മളൊരു മനുഷ്യനിക്ക് ജീവന്റെ വിലയാണ് നമ്മൾ സമൂഹത്തിൽ കൽപ്പിക്കേണ്ടത്. അതൊരു വോട്ടായി മാറ്റുവാനോ അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് ചിന്തിക്കുകയല്ല വേണ്ടത്. അതിദാരുണമായ മരണമാണതെന്ന് ഒരു രക്ഷിതാവിനാണ് സാർ അതിനെപ്പറ്റി ശരിക്കും ഉത്ബോധിക്കാൻ കഴിയുന്നത്. കാരണം ചെറുപ്രായത്തിലെ ഈ കൊച്ചുമക്കളെ നമ്മൾ വളർത്തി അത്രയും വലുതാക്കി പല മോഹങ്ങളും വാഗ്ദാനങ്ങളൊക്കെ മനസ്സിൽ നമ്മൾ കരുതി വെച്ചിട്ടുണ്ടാവും, ഭാവിയിൽ എങ്ങനെയാവും എന്താവും എന്നൊക്കെ. ആ കുട്ടിയുടെ മരണത്തിന്റെ അഗാധതയിൽ നിന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ യാതൊരു സാറ് ഉദ്ദേശിച്ച പോലെ വോട്ടിന്റെ രീതിയിലേക്കുള്ള ചോദ്യങ്ങളോ അല്ല അതിനുള്ള ചിന്തകളോ ആർക്കും വരാൻ സാധ്യതയില്ലെന്നാണ് സാർ ഞാനൊരു രക്ഷിതാവെന്ന രീതിയിൽ മനസ്സിലാക്കുന്നത്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ മഹിയാണ് കിള്ളിപ്പാലത്തു നിന്നും. ശ്രീ മഹി, ഒരു മരണം ഉണ്ടാകുന്നു, ആരുടെയും മനസ്സ് വേദനിക്കുന്ന മരണം. ഒരു 15 വയസ്സൊക്കെ ഉള്ള ഒരു ചെറുപ്പക്കാരൻ, മിടുക്കനായ പയ്യൻ, ആ വീടിൻ്റെയും നാടിൻ്റെയും ഒക്കെ പ്രതീക്ഷയായിരുന്നൊരു പയ്യനാണ് പെട്ടെന്ന് കളി കഴിഞ്ഞ് വരുമ്പോൾ പന്നിക്കണിയിൽ കുടുങ്ങി മരണം അടയേണ്ടി വരുന്നത്. അങ്ങനെ ഒരു മരണം ഉണ്ടാകുമ്പോൾ പോലും അതിൽ കുറ്റക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കണം, അതെല്ലാം ശരിയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് മന്ത്രിയായാലും മറ്റ് നേതാക്കളായാലും അതിന് നിലമ്പൂരായാണ് ഈ മരണം സംഭവിച്ചത് എന്നതുകൊണ്ട് അത് വെച്ച് 10 വോട്ട് നേടാനുള്ള ഒരു ശ്രമം, അത് എത്ര നാണക്കേടാണ്. ശ്രീ മഹി, താങ്കൾ കേൾക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. പറഞ്ഞോളൂ. പിന്നെ പണ്ട് കരുണേര് ഈശ്വരേര് എമ്പേര് മുഖ്യമന്ത്രി ആയിരുന്നപ്പം 200 രൂപ പെൻഷൻ കിട്ടുമ്പോ കരുണേര് പറഞ്ഞ് അത് അവർ കണ്ണുടിക്കുമെന്ന് പറഞ്ഞ്. അപ്പൊ നായനാര് പറഞ്ഞ് ഇത് കർഷക തൊഴിലാളി കണ്ണുടിക്കാൻ പാലാ കുടിക്കുന്ന വെച്ച് ഈ കോൺഗ്രസ് ഇതേപോലെ. ശ്രീ മഹി, ആ കാര്യമൊന്നും അല്ലല്ലോ ഇപ്പൊ പറയേണ്ടത്. ഈ പണ്ടത്തെ കാര്യങ്ങൾ ഇപ്പൊ പറയാൻ അതല്ലല്ലോ. ഒരു തെരഞ്ഞെടുപ്പിന്റെ നടുക്ക് നിൽക്കുന്ന കാര്യത്തിൽ ഒരിടത്തൊരു മരണം ഉണ്ടായി, എല്ലാവരും ദുഃഖിച്ച് നിൽക്കുമ്പോൾ ഇനി അതിന് പകരമായിട്ട് താങ്കളും ഇതേ പ്രവൃത്തി തന്നെയല്ലേ ഇപ്പൊ ചെയ്യുന്നത്? അല്ല അതൊരു കോൺഗ്രസ് നേതാവ് അവൻ ചെയ്ത ചെയ്യാനാണ്. ഈ മന്ത്രിയല്ലേ ആദ്യം മന്ത്രി പറഞ്ഞതോ? അത് എങ്ങനെ, ഏത് ഗണത്തിലാണ് പെടുന്നത്? കോൺഗ്രസ്സുകാർ ചെയ്തതും മന്ത്രി ചെയ്തതും എല്ലാം ഒന്ന് തന്നെയല്ലേ? മന്ത്രി പറഞ്ഞത് ഗൂഢാലോചന ഉണ്ടെന്ന്. അവിടെ അതിന്റെ കാര്യങ്ങൾ എന്താണെന്ന് അന്വേഷിക്കും മുമ്പേ മന്ത്രി തീരുമാനിച്ചോ ഗൂഢാലോചന? എന്ത് ഗൂഢാലോചനയുള്ളത്? അവിടെ മരണം നടന്ന വൈകുന്നേരം 5 മണിക്ക്, പ്രകടനം നടന്നത് രാത്രി 11 മണിക്കോ 10 മണിക്കോ. പിന്നെന്താണ് ഗൂഢാലോചന പറയുന്നത്? സ്വാഭാവികമായി ആളുകൾ പ്രതികരിക്കില്ലേ? ആര് കെണി വെച്ചത്? കോൺഗ്രസ് നേതാവാണോ? ശ്രീ മഹി, ആരായാലും, കോൺഗ്രസ് ആയാലും CPM ആയാലും CPI ആയാലും ലീഗ് ആയാലും ആരായാലും ഒരു കുട്ടിയുടെ മരണം വെച്ചല്ല രാഷ്ട്രീയം കളിക്കേണ്ടത്. അതിന് യാതൊരു സംശയവുമില്ല. അഹമ്മദ് ബാബയാണ് മലപ്പുറത്ത്. ശ്രീ അഹമ്മദ് ബാബ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഈ വിഷയത്തില് നമസ്കാരമുണ്ട്. ഈ വിഷയത്തില് ആദ്യമായിട്ട് ആ കുടുംബത്തിനോട് എനിക്കുള്ള ദുഃഖം രേഖപ്പെടുത്തുകയാണ്. വളരെയധികം വേദനാജനകമാണത്. ഇത് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ, കോൺഗ്രസ് അനുഭാവിയാണ് ഇത് ചെയ്തത് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിനോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന ഞാൻ പറയുന്നു, KPCCന്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സണ്ണി ജോസഫ് ആണെങ്കിൽ അദ്ദേഹമാണ് ഇത് ചെയ്തതെങ്കിലും മാതൃകാപരമായി ശിക്ഷിക്കണം.
ഇത് താങ്കൾ പറഞ്ഞ പോലെ 10 വോട്ടല്ല, 1 വോട്ടിന് വേണ്ടിയിട്ട് ഞാനടക്കമുള്ള രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവർ ചെയ്താൽ പോലും അത് നിയമത്തിന്റെ മുന്നിൽ അവരെ എത്തിക്കുകയും മാതൃകാപരമായി ശിക്ഷിക്കുകയും വേണം. ഇതിപ്പോ ഇന്ന് ചാനലുകൾ, നിങ്ങളടക്കമുള്ള ചാനലുകളിൽ ഈ വാർത്ത പറയുന്നവർ പോലും വേദനയോടുകൂടിയാണ് അത് പറഞ്ഞിട്ടുള്ളത്. അത് ഞാനും മനസ്സിലാക്കുന്നുണ്ട്. അപ്പോ ഇത്തരം പ്രവർത്തികൾ ഈ KSEBക്ക് ഇത് ആദ്യം തന്നെ ഇതിനെപ്പറ്റി വിവരം കൊടുത്തിട്ട് അവര് വൈദ്യുതി മോഷണം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു അന്വേഷണം നടത്തിയില്ല. ഇതിനു മുൻപ് ഇയാൾ ഇങ്ങനത്തെ പ്രവൃത്തി ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പോലീസിൽ അതിന്റെ റിപ്പോർട്ട് ചെന്നിട്ട് പോലീസുകാരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പോൾ ഇതിൽ ആരൊക്കെയാണോ ബന്ധപ്പെട്ടിട്ടുള്ളത് അവരെ കൊണ്ടുവന്ന് മാതൃകാപരമായി ശിക്ഷിച്ചിട്ട് ഇനി മേലിൽ ഇങ്ങനത്തെ ഒരു ദുഃഖവാർത്ത കേൾക്കാനും നിങ്ങളെ പോലുള്ള ചാനലുകൾക്ക് അത് പറയാനുള്ള ഒരു അവസരം ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും ഇങ്ങനെയുള്ള മരണമൊക്കെ വെച്ചിട്ട്, ഒരു കുട്ടിയുടെ മരണം വെച്ച് അത് വെച്ച് 4 വോട്ട് പിടിക്കാം എന്ന് കരുതിയുള്ള പ്രവർത്തനങ്ങൾ, ഇതിനു മുമ്പൊക്കെ മരണങ്ങൾ ഇപ്പോൾ നിലമ്പൂരായതുകൊണ്ടും ഒക്കെയാണ് സാധാരണക്കാർക്ക് മനസ്സിലാവും. ഈ നേതാക്കളെല്ലാം ഏത് പാർട്ടിക്കാരായാലും കൂട്ടത്തോടെ അങ്ങോട്ട് ചെല്ലുന്നതും അല്ലെങ്കിൽ അതിൽ ഇത്രയേറെ വലിയ പ്രതികരണങ്ങളൊക്കെ നടത്തുന്നതും ഒക്കെ ഇതിനു മുമ്പും ഇത്തരം മരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ മരണങ്ങളിലൊക്കെ കാണാത്ത ഒരു ശ്രദ്ധയൊക്കെ കാണുമ്പോൾ ആളുകൾക്ക് സ്വാഭാവികമായും സംശയം തോന്നും. അതിന് യാതൊരു സംശയവുമില്ല. ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്നും. ശ്രീ മുഹമ്മദ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഒരു കുട്ടിയുടെ മരണം വെച്ച് പോലും രാഷ്ട്രീയ കളിക്കാണ് നമ്മുടെ പല നേതാക്കളും ശ്രമിക്കുന്നത്. നമസ്കാരമുണ്ട് സാറേ. നമസ്കാരമുണ്ട്. പിന്നെ ആ മരിച്ച കുട്ടിന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് വളരെയധികം ഞാനും എൻ്റെ കുടുംബവും ദുഃഖിക്കുന്നു. കാരണം വെച്ചാൽ ചെറുപ്പക്കാരനൊരു ചെക്കനാ മരിച്ചത്. ആ ചെറുക്കന്റെ ഭാവി അതിൻ്റെ ഒപ്പത്തെ കുട്ടികൾ കുത്തിരിക്കുന്നത് നിങ്ങളെ ചാനലിലും പള്ളിയിലും കണ്ടു. അത് എന്തുമാത്രം ഞമ്മക്ക് തന്നെ മനസ്സറിഞ്ഞു പോവുകയാണ്. കാരണം വെച്ചാൽ ഒരു കമ്പിമത്തോട്ടതാക്കി വെച്ചു. അതിൻ്റെ അടുത്ത് വേറെ ചെങ്ങായി നിൽക്കുന്നുണ്ട്. ഓൻ ഒരു കോൺഗ്രസ്സുകാരനാണെന്നുള്ള അപ്പോൾ ഇവിടെ പറയുന്നത്. ഓൻ കോൺഗ്രസ് ആണോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആണോ എന്നൊന്നും ഇവിടെ അറിയില്ല. എങ്കിലും കൂടി അവൻ അതിൻ്റെ പിന്നിൽ ഒരു കറുത്ത കൈ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ കറുത്ത കൈ പുറത്തു കൊണ്ടുവന്ന് അതിന് മാതൃകാപരമായിട്ടുള്ളൊരു ശിക്ഷ നമ്മുടെ ബഹുമാനപ്പെട്ട കോടതി കൊടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊരു കുട്ടിക്കും ഇനി ഇങ്ങനെ ഒരു ഗതി വരും ചെയ്യരുത് എന്നുള്ളതാണ്. ഒരു ബോട്ടല്ല ഇവിടെ ആവശ്യം, ഒരു കുട്ടിന്റെ ജീവനാണ്. അത് മനസ്സിലാക്കണം രാഷ്ട്രീയക്കാർ. ഇത്തരമുള്ള സാറേ പറയാം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ആരായാലും ഇതിൽ ആർക്ക് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളായാലും അതിനപ്പുറത്തേക്ക് വകുപ്പുകൾക്കോ ഉദ്യോഗസ്ഥർക്കോ ആർക്കാ വീഴ്ച ഉണ്ടായാലും ആ വീഴ്ചകളൊക്കെ പരിശോധിക്കുകയും നടപടിയെടുക്കുകയും വേണം. മാതൃകാപരമായ നടപടി തന്നെ എടുക്കണം. അല്ലാതെ ഇങ്ങനെ ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് നാളെ സമാനമായ സംഭവങ്ങൾ ഉണ്ടാവരുത്. അതുതന്നെയാണ് വേണ്ടത്. ശ്രീ തങ്കച്ചനാണ് മുഹമ്മയിൽ നിന്ന്. ശ്രീ തങ്കച്ചൻ, ഒരു നിലമ്പൂരിലാണ് ഒരു കുഞ്ഞു മരിച്ചു പോയത് എന്നതിൻ്റെ പേരിൽ, അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നതിൻ്റെ പേരിൽ നമ്മുടെ നേതാക്കളിൽ പലരും അത് വെച്ചിട്ട് 4 വോട്ട് എങ്ങനെ പിടിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? സാറേ, എനിക്ക് വ്യക്തമായ രാഷ്ട്രീയമുള്ള ആളാണ്. പക്ഷെ ഞാൻ ഇപ്പോൾ പിന്നെ അവിടെ നേതാക്കന്മാര് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരും അതിനെ വോട്ടിന് വേണ്ടി വിലപേശുന്നതിനോട് നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല. ഒരു 15 വയസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി വളർന്നു വരുന്ന ഒരു പയ്യനാണ്. 2 സഹോദരിമാർക്ക് നഷ്ടപ്പെട്ട വേദന എന്ന് പറഞ്ഞാൽ, അവർക്ക് ഉണ്ടായ വേദന എന്ന് പറഞ്ഞാൽ ആർക്കും പറഞ്ഞാൽ നമ്മൾ എത്രയൊക്കെ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും നമുക്കത് നിർത്താൻ പറ്റിയാത്ത ഒരു ഇതാണ്. പക്ഷെ ഇന്നലെ ഈ സംഭവം ഉണ്ടായ ഉടനെ തന്നെ അവിടുത്തെ UDFന്റെ സ്ഥാനാർത്ഥിയും ചാമക്കാല എന്ന് പറയുന്ന കോൺഗ്രസ് പ്രവർത്തന നേതാവും നടത്തിയ പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ എന്ന് പറഞ്ഞാൽ വളരെ ഇത് ആശുപത്രിയിലേക്ക് പോകുന്ന റോഡ് വരെ തടഞ്ഞി ഒക്കെ ഉള്ള പ്രതിഷേധങ്ങളും ഒക്കെയാണ് നടക്കുന്നത്. അതിനോടൊന്നും നമുക്ക് യോജിക്കാൻ പറ്റില്ല സാറേ. നിയമത്തിന്റെ മുമ്പിൽ പ്രതികളെ കൊണ്ടുവരിക, നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് തക്കതായ ശിക്ഷ മേടിച്ചു കൊടുക്കുക, അതല്ലേ ഇവർ ശ്രമിക്കേണ്ടത്. അതിനു പകരം രാഷ്ട്രീയം കളിക്കുന്നതിനോട് നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ അനിൽകുമാറാണ് തിരുവനന്തപുരത്ത്. ശ്രീ അനിൽകുമാർ, മന്ത്രിയായാലും UDF നേതാക്കളായാലും എല്ലാം ഒരു മരണം, 14 വയസ്സുകാരൻ്റെ 15 വയസ്സുകാരൻ്റെ ഒരു മരണം ഉണ്ടാകുമ്പോൾ അതിനെ എങ്ങനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാം എന്ന് ചിന്തിക്കുന്നത് അത് എത്രത്തോളം മോശമാണ്? ഹലോ, നമസ്കാരമുണ്ട്, കേൾക്കാം, പറഞ്ഞോളൂ. നമസ്കാരം. ഓക്കെ, നമസ്കാരം. അപ്പൊ ഈ ഒരു സംഭവം നടന്ന് എനിക്ക് പറയാൻ രാഷ്ട്രീയമായിട്ട് ഉപയോഗിച്ചു എന്ന് പറയുന്ന 10ൽ ഉപയോഗിച്ചത്
UDF ആണ്. അത് വളരെയധികം ഈ ശ്രീ അനിൽകുമാർ ആരുപയോഗിച്ചാലും UDF ഉപയോഗിച്ചാലും LDF ഉപയോഗിച്ചാലും ആദ്യം ആരാണെന്ന് ഉപയോഗിച്ചാലും ആരാലും വൃത്തികേടാണ്. അതിന് ആ വൃത്തികേട് ആദ്യം ആര് ചെയ്തു, രണ്ടാമത് ആര് ചെയ്തു എന്നുള്ള ചോദ്യമൊന്നുമില്ല. വൃത്തികേട് എന്നുള്ള എന്താ വൃത്തികേട് ചെയ്തത്? അവിടെ ഒരു കുട്ടി മരണപ്പെട്ടത് എന്താണ് സംഭവിച്ചത്? അത് ചെയ്തത് ഏതെങ്കിലും പിന്നെ ഈ പറയുന്ന സ്ഥാനാർത്ഥി രാഷ്ട്രീയക്കാർ കാണും? സ്ഥാനാർത്ഥി രാഷ്ട്രീയ പാർട്ടി ഒന്നുമല്ല ചെയ്തത്. ആ ചെയ്തത് ഒരു രാഷ്ട്രീയ പാർട്ടി സ്ഥാനാർത്ഥി ഒന്നുമല്ല. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന് ആരാണ് നിയന്ത്രിക്കേണ്ടത്? അതിന് ആരാണ് ഈ കറണ്ടിന്റെ ഇത് എടുത്തത്? ഒരാൾ വ്യാജമായി എടുത്തോ? അതിന് ഉത്തരവാദിത്തപ്പെട്ടവർക്ക് പറയേണ്ട ഉത്തരവൊക്കെ ഉണ്ട്. അല്ലാതെ അത് രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്തരവാദിത്തം മാത്രമല്ലത്. അല്ല, അത് അങ്ങനെ പറയല്ലേ. കാരണം ഈ രാജ്യത്ത് ഈ പറയുന്ന സ്ഥലത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ ഇതേപോലെ പിന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് നടപടി എടുക്കേണ്ടവർ നടപടി എടുക്കണം. അവർക്ക് കൂടി ഉത്തരവാദിത്തമുണ്ട് ഇതിന്. ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോ നടപടി എടുക്കണം പറഞ്ഞാൽ ഇപ്പൊ ഭരണം ഈ സംഭവത്തിൽ നടക്കുന്ന സ്ഥലങ്ങളിൽ എല്ലായിടത്തും ഈ പറയുന്ന ആരെങ്കിലും മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരെ പേര് കേസെടുത്തവരെല്ലാം എവിടെ എത്രയോ പേര് എവിടെയെല്ലാം മരണപ്പെടുന്നതിന്റെ പേരിൽ ഇപ്പൊ ഇലക്ഷൻ ആയതുകൊണ്ട് ഇത്രയും വലിയ വിഷയമായി. ഇലക്ഷൻ അല്ലെങ്കിൽ 2-3 വാർത്തകൾ വരും, അതിനപ്പുറം കഴിയുമ്പോൾ എല്ലാവരും മറക്കും. വീണ്ടും ആക്രമണങ്ങൾ വരും, വീണ്ടും ഇതുപോലെ ദാരുണ സംഭവങ്ങൾ ഉണ്ടാവും. അവരുടെ അച്ഛനും അമ്മയ്ക്കും കുടുംബത്തിനും നഷ്ടപ്പെടും. അതല്ലേ ഈ നാട്ടിൽ ഉണ്ടാവുന്നത്. ഇത് അങ്ങനെ സംഭവിക്കുന്ന ഒരിടത്ത് കേസെടുക്കാത്ത ഒരെണ്ണം നിങ്ങൾ പറയൂ. കൃത്യമായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിപ്പോ വന്നോണ്ടേ കിട്ടിപ്പോയി എന്ന് പറഞ്ഞോണ്ട് ഇപ്പൊ ഉണ്ടായിക്കളയെന്ന് പറഞ്ഞോണ്ട് ചെയ്തല്ലേ. ഞാനതാ പറഞ്ഞു, ഞാൻ UDF കാരൻ ന്യായീകരിക്കല്ലേ LDF കാരൻ ന്യായീകരിക്കും. രണ്ടുപേരും ചെയ്തത് ഒരു ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിയല്ലേ പറഞ്ഞത് ഗൂഢാലോചന ഉണ്ടെന്ന്. എന്ത് ഗൂഢാലോചനയാണ് മന്ത്രിക്ക് ഇതുവരെ തെളിയിക്കാൻ കഴിഞ്ഞത്? മന്ത്രിയുടെ പോലീസ് അന്വേഷണം നടക്കില്ലേ? പോലീസ് അന്വേഷണം നടക്കുന്നതിന് മുമ്പേ മന്ത്രി എവിടുന്ന ഗൂഢാലോചന കണ്ടെത്തിയത്? അല്ല, അത് കാണാൻ വേറൊരു കാര്യമുണ്ട്. ഈ പറയുന്ന സ്ഥലത്തെന്ന് പറയുമ്പോഴത്തേക്ക് ഉടനെ തന്നെ ഈ പറയുന്ന സംഭവം നടന്ന അപ്പോൾ തന്നെ ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കളും UDFന്റെ സ്ഥാനാർത്ഥിയൊക്കെ അവിടെ കാണിച്ചെന്താ? അപ്പോഴവരൊക്കെ സംഭവം നടന്ന അന്നേരമൊന്നുമല്ല. സംഭവം വൈകുന്നേരം 5:30-6 മണിയോട് കൂടിയാണ് നടക്കുന്നത്. ഈ പ്രതിഷേധമൊക്കെ ഉണ്ടാകുന്നത് രാത്രിയിലാണ്. അത് തന്നെ. അപ്പൊ ആ സംഭവം ഇത് നടന്ന് ഉടനെ തന്നെ ഇവരൊക്കെ രാഷ്ട്രീയമായിട്ട് ഞാൻ ചോദിച്ചതല്ല, UDF കാണിച്ചാലും LDF കാണിച്ചാലും തെറ്റ് കാണിച്ചാൽ തെറ്റിനെ തെറ്റായി പറയണം. അല്ലാതെ മറ്റവര് കാണിച്ചുകൊണ്ട് ഞങ്ങളും കാണിക്കുന്നത് തെറ്റല്ല എന്ന് പറയുന്നത് ന്യായമാണ്. പക്ഷേ ഇത് രാഷ്ട്രീയമായിട്ട് ഉപയോഗിച്ചത് ഇവിടുത്തെ മന്ത്രി ചെയ്തെന്താണ്? UDF രാഷ്ട്രീയം ഉപയോഗിച്ചു, ശരി, സംഭവിച്ചു. അവരും ഞാൻ പറഞ്ഞല്ലോ, തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ, മന്ത്രി ചെയ്തത് സമാനമായ കാര്യം തന്നെയല്ലേ? മന്ത്രി പറഞ്ഞു വേറെ കാര്യം. ഇവരിങ്ങനെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അതെങ്ങനെയാണ്? മന്ത്രി ഒരു ഉത്തരവാദിത്തപ്പെട്ട വനംവകുപ്പിന്റെ മന്ത്രിയല്ലേ? വനംവകുപ്പിന്റെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിക്ക് എത്രയോ കാലം വനംവകുപ്പിന്റെ പ്രവർത്തനം മൊത്തം നിങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ? ഈ സർക്കാരിനെ തന്നെ ഏറ്റവും കൂടുതൽ നാണക്കേട് ഉണ്ടാക്കിയത് ഈ വനംവകുപ്പിന്റെ പ്രവർത്തനം തന്നെ അല്ലയോ? അവിടെയൊന്നും ഈ മന്ത്രി എല്ലാ കാലത്തും ഇത്തരം ന്യായീകരണങ്ങളല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ഈ പറയുമ്പോഴത്തേക്ക് വനംവകുപ്പ് അതൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരുപാട് പറയണ്ട. എന്തോ ഒരുപാട് പറയാം. തെറ്റ് കാണിച്ച ആരായാലും തെറ്റിനെ തെറ്റായി പറയണം. അതിനകത്ത് ഒന്നും രാഷ്ട്രീയം നോക്കി ന്യായീകരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം ആ രാഷ്ട്രീയക്കാരും എല്ലാവരും ഈ തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കും. അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും സ്വന്തം രാഷ്ട്രീയ പാർട്ടി തെറ്റ് കാണിച്ചാലും തെറ്റാണെന്ന് പറയണം. എങ്ങനെ ആ രാഷ്ട്രീയ പാർട്ടി ആയാലും തിരുത്തും. പറയട്ടെ, ഞാൻ എന്നെ പറയാൻ അനുവദിക്കൂ. നിങ്ങൾ ഞാൻ സംസാരിച്ചോണ്ടെന്നാ പിന്നെ ഞാൻ വിളിച്ചിട്ട് എന്താ കാര്യം? താങ്കൾ പറ. ഇത് പറയാൻ വേറെ ഒന്നുമല്ല. സംഭവം ഈ പറയുന്ന നിങ്ങൾ വനത്തിന്റെ ഈ വനമന്ത്രിയുടെ കാര്യം പറഞ്ഞു. ഈ വനമന്ത്രിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ വനത്തിന്റെ ഈ ഒരു സംഭവം ഈ നിയമം മറ്റോ കൊണ്ടുവന്ന എവിടെയാണ്? കേന്ദ്രം വിചാരിച്ചല്ലേ ഈ സംഭവം മാറ്റാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇനി കേന്ദ്ര നിയമം മാറ്റിയില്ലെങ്കിൽ ഈ വനമന്ത്രി ബാക്കി സ്വന്തം നില ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നന്നായി ചെയ്യുന്നുള്ളതാണ്. ഈ പറയുന്ന പന്നിയെ ക്ഷുദ്രജീവിയായിട്ട് പ്രഖ്യാപിക്കാനോ ബാക്കിയുള്ള കാര്യങ്ങളോ കേന്ദ്രം അനുവദിക്കുന്നില്ല. പക്ഷെ ഇതിപ്പോ പന്നി ഇറച്ചി ആധാറാണ്. ഇതിപ്പോ ഇതിനു വേണ്ടി വെച്ചതല്ല. ഇത് പന്നി ഇറച്ചിക്ക് വേണ്ടി വെച്ചതാണെന്നാണ് ഇതുവരെയുള്ള എന്റെ കയ്യിൽ തെളിവില്ല. ഇതുവരെ പുറത്തു വന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പന്നിയെ കെണിവെച്ച് പിടിച്ച് ഇറച്ചി കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇയാൾ ആദ്യമായിട്ടൊരു പന്നിയെ കെണിവെച്ച് പിടിച്ചൊന്നും ആയിരിക്കില്ലല്ലോ. ഇതിനു മുമ്പ് എത്രയോ തവണ പന്നിയെ കെണിവെച്ച് പിടിച്ചു കാണും, ഇറച്ചി കച്ചവടം നടത്തി കാണും. അതൊക്കെ ഈ നാട്ടിൽ നടത്തിയാലും കുഴപ്പമൊന്നുമില്ല എന്നുള്ള അവസ്ഥ ആ നാട്ടിൽ ഉള്ളത് കൊണ്ടാണല്ലോ അയാൾ ചെയ്യുന്നത്. അതിന് ഉത്തരവാദികളായവർക്ക് അതിന് ഉത്തരവാദിത്വം ഉണ്ട് എന്നാണ് പറയുന്നത്. അത് ശരിയാണ്. ആ പറഞ്ഞ കാര്യം ശരിയാണ്. കാരണം എന്ന് വെച്ചാൽ പന്നി ഇറച്ചി അവർ കുറെ കാലം കൊണ്ട് ഇത് പിടിച്ച് അത് വിൽപ്പന നടത്തുകയാണ്. അവർ ബിസിനസിന് വേണ്ടി തന്നെയാണ് ചെയ്തത്. അത് ശരിയാണ്. അത് ഒരു നടപടി നേരത്തെ അത് കണ്ണോട്ട് എടുക്കണമായിരുന്നു. അത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ആ ഉത്തരവാദിത്വം ഒരു മരണം വരുമ്പോഴല്ല, മരണം വരുമ്പോൾ ആദ്യം ഒരു മന്ത്രിയെ നിലയ്ക്ക് ചെയ്യേണ്ടത്. അതിൽ വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ വീഴ്ച കണ്ടെത്തിയവർ ആരാന്ന് കണ്ടെത്തിയ നടപടി എടുക്കുകയും അതിനുവേണ്ടിയുള്ള സ്പീഡ് ആയിട്ട് നടപടികൾ സ്വീകരിക്കുകയാണ് വേണ്ടത്. അന്നേരം തന്നെ രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കലല്ല. അതിന് വനമന്ത്രിക്കല്ല വീഴ്ച പറ്റിയത്. അങ്ങനെ വനമന്ത്രിക്ക് വീഴ്ച പറഞ്ഞാൽ വനവുമായിട്ട് ബന്ധപ്പെട്ട സംഭവമല്ലല്ലോ. അതിവിടെ വൈദ്യുതി. ശരി, ഓക്കെ. എന്തായാലും വനവുമായി ബന്ധപ്പെട്ടായാലും അല്ലെങ്കിലും ശ്രീ രാജനാണ് കൊല്ലത്തു നിന്നും. ശ്രീ രാജൻ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്ന് കരുതി അവിടെ ഒരു കുട്ടിയുടെ മരണം ഉണ്ടാകുമ്പോൾ മനുഷ്യരെല്ലാവരും വിഷമിച്ച് നിൽക്കുന്ന ഘട്ടത്തിലും നമ്മുടെ ചില നേതാക്കളൊക്കെ, അതിനിപ്പോൾ രാഷ്ട്രീയമൊന്നും ഞാൻ പറയുന്നില്ല, നേതാക്കളൊക്കെ കാണുന്നത് ഇതിനെ എങ്ങനെ തോട്ടാക്കി മാറ്റാം എന്നാണോ? സാറേ, ഞാൻ പറയുന്നത് ഇതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മന്ത്രി രാജിവെക്കണം. അതുപോലെ ആ കർണാടകയിൽ 11 പേര് മരിച്ചത് മന്ത്രിമാരും മന്ത്രിസഭയെല്ലാം രാജിവെക്കണം. ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. ഇത് അങ്ങനെ തന്നെ ചെയ്യണം. ഇത് എന്നാലേ ശരിയാകത്തുള്ളൂ.
എനിക്കിതേ പറയാനുള്ളൂ. ശരി ഉടനെ പിരിച്ചുവിടണം കർണാടക മന്ത്രിസഭ. ശരി, ഓക്കെ. ശ്രീ ഷാജിയാണ് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീ ഷാജി, പലപ്പോഴും ഇത്തരം സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ദാരുണമായ സംഭവങ്ങൾ ആവർത്തിക്കാറുണ്ട്. പല ഭാഗത്തു നിന്നും അത്തരം വീഴ്ചകളുമൊക്കെ വനം വകുപ്പിൻ്റെതായാലും അങ്ങനെ പല വകുപ്പുകളുടെ ഭാഗത്തു നിന്നൊക്കെ എല്ലാം പെർഫെക്റ്റ് ആയിട്ടല്ല ഒരു കാലത്ത് നടക്കുന്നത്. അങ്ങനെ വീഴ്ചകൾ ഉണ്ടാകുമെന്നുണ്ടെങ്കിൽ ആ വീഴ്ചകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് ഏത് സർക്കാരും സ്വീകരിക്കേണ്ട നടപടി. പക്ഷേ ഇതൊരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്ന് കരുതി അതിനെ ഇങ്ങനെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് ശരിയാണോ? ഹലോ, നമസ്കാരം സാറേ. നമസ്കാരം. കിരൺ സാറല്ലേ? അതെ. ഞാനിവിടെ സ്ഥലത്തില്ല, ഞാൻ വേറൊരു സ്ഥലത്ത് നിൽക്കുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇത് കേട്ടുകൊണ്ട് പറയാം. ഇത് എന്തോ സംഭവം, യഥാർത്ഥത്തിൽ എന്തോ സംഭവം? താങ്കൾ പറഞ്ഞ മനസ്സിലായി? ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ട്. ശരി, ഓക്കെ. ശ്രീ ഷാജി, നമുക്ക് ശ്രീ കണ്ണനാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ കണ്ണൻ, ഒരു കുട്ടിയുടെ മരണം എന്ന് പറയുന്നത് സ്വാഭാവികമായും ഏത് മനുഷ്യൻ്റെയും മനസ്സിൽ കുട്ടികൾ മരിക്കുമ്പോൾ മറ്റുള്ളവർ ആര് മരിച്ചാലും ദുഃഖമില്ലെന്നൊക്കെ ചോദിച്ചാലുണ്ട്. പക്ഷേ കുട്ടികൾ മരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലെല്ലാം അധികമായ അവർ ജീവിതത്തിലേക്ക് കടന്നങ്ങോട്ട് വരുന്നതേ ഉള്ളൂ. ഒരുപാട് കാലം ജീവിക്കേണ്ട മനുഷ്യരൊക്കെയാണ്. അവർ മരിക്കുമ്പോൾ വലിയ ദുഃഖത്തിലൊക്കെ നിൽക്കുന്ന ഒരു സമയത്താണ്. അവിടെയും എങ്ങനെ ഇതിനെ രാഷ്ട്രീയ മുതലെടുപ്പിലേക്ക് സാധ്യമാക്കാം എന്ന മട്ടിലേക്ക് ഇനി ആര് പ്രവർത്തിച്ചാലും അത് ശരിയാണോ? ഹലോ, നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. 3 രാഷ്ട്രീയ പാർട്ടികളും ഇതിന് ഉത്തരവാദികളാണ്. ഹലോ, ഈ 3 രാഷ്ട്രീയ പാർട്ടികൾക്കും വോട്ട് കൊടുക്കാൻ പാടില്ല ജനങ്ങള്. താങ്കളെ TV ഒന്ന് മ്യൂട്ട് ചെയ്യുമോ? ഈ 3 രാഷ്ട്രീയ പാർട്ടികളെ വോട്ട് കൊടുക്കാൻ പാടില്ല. ശരി, ഓക്കെ. താങ്കളുടെ TV മ്യൂട്ട് ചെയ്യാത്തതുകൊണ്ടാണ് കൃത്യമായി പറയാൻ കഴിയാത്തത്, നമുക്ക് കേൾപ്പിക്കാൻ കഴിയാത്തത്. എന്തായാലും നമുക്ക് യൂട്യൂബിലെ ചില കമൻറ്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. സുൽകുമാർ, നമസ്കാരം കിരൺ സാർ എന്ന് പറയുന്നു. അരുന്ധതി കോളപ്പറമ്പത്ത്, ഹേ കിരൺ നമസ്കാരം. മറ്റേ ചിലരുടെ കൂടെ ഷിജു കിരിയത്തൊക്കെ നമസ്കാരം പറഞ്ഞിരിക്കുന്നു. സുൽകുമാർ, ഇങ്ങനെ ഒരു സംഭവം കേരളത്തിൽ തുടർക്കഥയാണ്. കുറച്ച് സഹതാപം രേഖപ്പെടുത്തി നാളെ എല്ലാവരും ഇത് മറക്കും. നമ്മുടെ ഭരണാധികാരികളെ ഓർത്ത് ലജ്ജിക്കാം എന്ന് പറയുന്നത് പലപ്പോഴും ഇങ്ങനെയാണ് നമുക്ക് നാട്ടിലുണ്ടാകുന്നത്. ദാരുണമായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാധ്യമങ്ങളടക്കം ചർച്ചയൊക്കെ ചെയ്യും, ആളുകളൊക്കെ വലിയ രീതിയിൽ പ്രതികരിക്കും. അന്ന് ഭരണാധികാരികളും എല്ലാവരും പറയും അത് നാളെ മുതൽ പരിഹരിക്കാമെന്ന് പറയും. അടുത്ത അപകടം വീണ്ടും കുറച്ച് കാലം കഴിയുമ്പോൾ മറക്കും. വീണ്ടും അടുത്ത അപകടം വരുമ്പോൾ ഇത് ആവർത്തിക്കുന്ന ഒരു അവസ്ഥ പലപ്പോഴും ഉണ്ടാവാറുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. ശ്രീ നൗഷാദ് പുന്നന്തലയാണ്. ഒരു വ്യക്തി ചെയ്ത കുറ്റകൃത്യത്തിന് വൈകാരികമായ അന്തരീക്ഷം മുതലെടുത്ത് അതിനെ രാഷ്ട്രീയ ലാഭം കൊയ്യാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് ചിന്തിക്കുന്നത്. മോശം എന്ന് പറയുന്നു. സുനിൽകുമാർ, സത്യവും നീതിയും നമ്മുടെ നാട്ടിൽ ഇല്ലാണ്ടായിരിക്കുന്നു. എങ്ങനെയും 10 വോട്ട് കുറച്ച് പണം, അതാണ് എല്ലാവരുടെയും ലക്ഷ്യം എന്ന് പറയുന്നു. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്യുന്ന നേതാക്കൾക്ക് ഇതൊക്കെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നത് എന്നാണ് നൗഷാദ് പുന്നന്തല എന്തായാലും പറയുന്നത്. നമുക്ക് ശ്രീ രാജു പെരിന്തൽമണ്ണയിൽ നിന്നാണ്. ശ്രീ രാജു, താങ്കൾക്ക് കുറെ കൂടി അടുത്ത ഒരു സ്ഥലം കൂടിയാണല്ലോ ഇത്, ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത്. താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തിലെ ഈ നേതാക്കളുടെയൊക്കെ ഈ പ്രതികരണത്തോട് പ്രതികരിക്കുന്നത്? ശ്രീ രാജു, കേൾക്കാമോ? ശ്രീ റഷീദാണ് കൊയിലാണ്ടിയിൽ നിന്ന്. ശ്രീ റഷീദ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? നിലമ്പൂരിലെ വഴിത്തടവിൽ ഒരു അതിദാരുണമായ ഒരു മരണം, അത് വല്ലാതെ നമ്മളൊക്കെ മനസ്സ് വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. ഒരു പാവം ഒരു 15-കാരൻ 10ാം ക്ലാസ് വിദ്യാർത്ഥി. പക്ഷേ അതിലെ നമ്മുടെ മന്ത്രി പ്രതികരിച്ചത് ഒട്ടും ശരിയായിട്ടില്ല. അത് ഏറെ പ്രതിഷേധാർഹവും ഹീനവും ഒക്കെ തന്നെയാണ്. വളരെ ഹീനമായ ഒരു പ്രസ്ഥാനം. കാരണം ഇത് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമെന്ന് പറയാം. ഇദ്ദേഹം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ വന്ന ആളാണ് എന്നാണ്. പക്ഷേ അദ്ദേഹം ഒന്നും ഈ തരത്തിലൊന്നും പ്രതികരിക്കാം. കാരണം ആ മകന്റെ ബോഡി ഹോസ്പിറ്റലിൽ പോലും വിട്ടുകിട്ടാത്ത ഒരു നാട് വിറങ്ങലിച്ച് നിൽക്കുന്ന സമയത്താണ് ഇദ്ദേഹം ഇത്തരം ഒരു പ്രസ്താവന നടത്തുന്നത്. അത് ഒട്ടും ശരിയല്ല. അതിന്റെ പ്രതിഷേധാർഹമാണ്. അത് എങ്ങനെയാണ് അതിനെക്കുറിച്ച് പറയേണ്ടതെന്ന് അറിയാം. കാരണം രാഷ്ട്രീയം, നമ്മളെല്ലാം രാഷ്ട്രീയക്കാരാണ്. നമ്മുടെ കേരളത്തിലാണ്, ഇന്ത്യയിലെല്ലാം ഒരു ജനാധിപത്യ മതേതര രാജ്യത്ത് ജീവിക്കുന്ന നമ്മളൊക്കെ രാഷ്ട്രീയക്കാരാണ്. അതിൽ ഏത് രാഷ്ട്രീയക്കാരനും ചിലപ്പം മീൻ പിടിക്കാനും പന്നി പിടിക്കാനും ഒക്കെ വരും. അവിടെ അങ്ങനെ ഒരു രാഷ്ട്രീയം നോക്കിക്കൊണ്ട് അദ്ദേഹം ഇത്തരം ഒരു തരംതാണ ഒരു പ്രസ്താവന പാടില്ലായിരുന്നു. ആ മകനോട് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതോടൊപ്പം ശ്രീ ഷൈനി ബാബുവാണ് ചാലക്കുടിയിൽ നിന്നും. ശ്രീ ഷൈനി ബാബു, എങ്ങനെയാണ് താങ്കൾ ഈ രാഷ്ട്രീയക്കാർ ഈ മട്ടിലൊക്കെ പലപ്പോഴും പക്വതയോടുകൂടി പെരുമാറുന്നവരൊക്കെയാണ്, അതൊക്കെ നമ്മൾ നിഷേധിക്കുന്നില്ല. പക്ഷെ ചില അവസരങ്ങളിൽ വല്ലാതെ തരം താഴ്ന്നോ എന്ന് സംശയം ജനിപ്പിക്കുന്ന പ്രവർത്തനങ്ങളും ഉണ്ടാവുന്നുണ്ടോ? അതെ സാറേ, എനിക്കൊരു മകനുണ്ട്, ഒരു മകളുണ്ട്.
ആ മകന്റെ മകളുടെയും പറഞ്ഞോളൂ. ആ മകന്റെ മകളുടെയും ഒരു അമ്മയാണ് ഞാൻ. ആ മകൻ മരിച്ചപ്പോ ആ മകന്റെ അച്ഛനും അമ്മയ്ക്ക് ആ കുടുംബത്തിനുള്ള ഒരു ദുഃഖം ഈ രാഷ്ട്രീയക്കാർക്ക് ഇല്ല. അവർക്ക് വോട്ട് മതി. ആ വോട്ട് കിട്ടി അവർക്ക് സ്ഥാനത്ത് കയറിയിരിക്കണം. അവർക്കും ഇങ്ങനെ സംഭവിക്കുമ്പോൾ അവർ പഠിക്കുള്ളൂ. ഞാനൊരു മലമുക്കില കിടക്കണേ, അതിരപ്പള്ളി ഇരുട്ടില്ല, അപ്പൊ ആ മലമുക്കില. എന്റെ മിറ്റത്ത് വരെ ആല വസിച്ചിട്ട് കാരണം മനസ്സിലാവണ്ട. ഫോറസ്റ്റിനെ വിളിച്ചാൽ വരില്ല. ജനങ്ങൾ മരിച്ചോട്ടെ, അവർക്ക് കുഴപ്പമില്ല. അവർക്ക് മൃഗങ്ങളെ സംരക്ഷിക്കാൻ മതി. വോട്ടിന് മാത്രമേ അവർ വരുള്ളൂ. ഒരവസ്ഥ ആലോചിച്ച് നോക്കി. ഈ മലമുക്കിൽ കിടക്കണം, മലയുടെ സൈഡിൽ കിടക്കുന്ന ആൾക്കാരുടെ ഒരു അവസ്ഥ. ഞാൻ ഇന്നാൾ ഇതുപോലെ തന്നെ ഒരു ചർച്ച വന്നപ്പോ ഞാൻ വിളിച്ചിട്ട് പിന്നെ എനിക്ക് കട്ടായി പോയി. കേട്ടില്ല. ഈ വോട്ട് വരുമ്പോ ഇലക്ഷൻ വരുമ്പോ മാത്രം അവര് വരും. അതുണ്ടാക്ക, ഇതുണ്ടാക്ക, അപ്പടി ഉണ്ടാക്ക, ഇപ്പടി ഉണ്ടാക്ക, ഒന്നുമില്ല. ഫെൻസിങ് ഇടുന്നുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ അവിടെ പ്ലാന്റേഷൻ ഫെൻസിങ് ഇടുന്നുണ്ട്. എന്ത് കാര്യമുണ്ട്? ചാർജ് അധികം കൂടുതൽ കൊടുക്കാൻ പാടില്ലെന്ന് പറയണേ. അപ്പൊ ആനകൾ വന്ന് ഫെൻസിങ് കളഞ്ഞു പോവാണ്. ഇതാണ് അവസ്ഥ. ഇവരൊക്കെ എന്തിനാ തലപ്പത്തിരിക്കണ സാറേ? ഇവരൊന്നും തലപ്പത്തിരിക്കരുത്. ഇവര് മനുഷ്യരൊന്നല്ല. ഒരു തലപ്പത്തിരിക്കാൻ വേണ്ടിട്ട് മാത്രമല്ല ഇവര് വോട്ട് ചോദിക്കുന്നത്. അല്ലാണ്ട് ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിട്ടല്ല. ജനങ്ങൾ നീർ കുടിച്ച് നടക്കണം ഇവിടെ. ഇവർക്ക് വന്യമൃഗങ്ങളെ വലിയത്, അല്ലാണ്ട് ജനങ്ങളല്ലേ. പിന്നെ എന്തിനാ ഇവര് ജനങ്ങളുടെ വോട്ട് ചോദിച്ചു വരണേ? ജനങ്ങളെ സംരക്ഷിച്ചിട്ട് ഇവര് മുന്നിൽ. ഇവരെന്തിനു രാഷ്ട്രീയത്തിൽ നടക്കണം? ഇവരുടെ കുടുംബങ്ങൾ തെരുവ് നായ്ക്കള് ഭയങ്കര ഭീഷണിയെ. എത്ര കുഞ്ഞുങ്ങൾ മരിച്ചിട്ടുണ്ട് സ്കൂളിൽ പോകുമ്പോ, അല്ലാണ്ട് നടക്കുമ്പോ. ഇവർക്ക് അതിന് കൊല്ലാൻ പറ്റില്ല. കാരണം എന്താ? ഇവര് സിറ്റ് ഔട്ടിൽ നിന്ന് കയറുന്നത് കാർ വിളിക്കുക. ഇവർക്ക് മുന്നിക്കും പിന്നാലും പോലീസ് അകമ്പടിയാ. ഈ പാവപ്പെട്ട ജനങ്ങൾക്കോ ഒരു കിലോ അരി മേടിക്കാൻ പോണെങ്കിൽ ഒരാളും അകമ്പടി ഇല്ല സാറേ. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. സ്വന്തം ജീവൻ പോലും ഭീഷണിയിൽ നിൽക്കുമ്പോൾ വന്യമൃഗങ്ങളുടെ ആക്രമണം ഒക്കെ ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ ഇതിനെല്ലാം ഉറപ്പ് നൽകുകയല്ലാതെ ഒന്നും ശാശ്വതമായ ഒരു പരിഹാരവും കാണാതിരിക്കുമ്പോൾ സ്വാഭാവികമായും ഏത് ജനതയ്ക്കും ഏത് മനുഷ്യർക്കും സാധാരണക്കാരായ മനുഷ്യരുടെ വികാരം തന്നെയാണ് ശ്രീമതി ഷൈനി ബാബു ചാലക്കുടിയിൽ നിന്നും പ്രകടിപ്പിച്ചത്. ശ്രീനാഥാണ് തിരുവനന്തപുരത്തും. ശ്രീനാഥ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം സാറേ. എന്റെ മോന് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞു. എന്റെ മോൻ ഇപ്പോ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് നിൽക്കുവാണ്. എല്ലാത്തിനും A+ ഉണ്ട്. പക്ഷെ എന്റെ മോനെ പോലെ ഒരു പയ്യനാണ് സംഭവിച്ചത്. അത് ആ ഒരു ഇതില് രാഷ്ട്രീയം കളിക്കുന്ന ഏത് RSSO അല്ല BJPയോ കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ ആരായിരുന്നാലും ഇത് കാണിക്കുന്നത് പക്ക ശരിയല്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അത്രയും വിഷമം കൊണ്ടാണ് ഞാൻ പറയുന്നത്. അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് ചില യൂട്യൂബ് കമൻറ്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. സത്യവും എന്തിനാണ് ഇങ്ങനെ ഒരു മന്ത്രി എന്ന് അനസ് പൊട്ടച്ചോള ചോദിച്ചിരിക്കുന്നു. ഷാജി ഭാസ്കരൻ പറയുന്നു, ചാമക്കാല ഉൾപ്പെടെയുള്ള മോശപ്പെട്ട മരണവ്യാപാരികൾ നടത്തിയ നാടകം റഷീദ് കൊയിലാണ്ടി കണ്ടില്ലേ, കിരണിനു മൗനം എന്ന് പറയുന്നു. ശ്രീ ഷാജി ഭാസ്കരൻ തുടക്കം മുതൽ തന്നെ പറഞ്ഞിരുന്നു, ഇക്കാര്യത്തിലൊന്നും ഇത്തരം കാര്യങ്ങളൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയും കാണിക്കുന്ന വൃത്തികേടുകൾക്ക് യോജിക്കേണ്ടോ അല്ലെങ്കിൽ അവരുടെ നാലോട്ടിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളോ യോജിക്കാൻ കഴിയില്ല. അതിന് യാതൊരു സംശയമില്ല. അതിന് ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും ഏത് പക്ഷമായാലും ഒരു 15 വയസ്സുകാരൻ്റെ ഡെഡ് ബോഡി വെച്ചിട്ട് അല്ല രാഷ്ട്രീയം കളിക്കേണ്ടത്. അന്തസ്സായി രാഷ്ട്രീയം ഏത് പാർട്ടിയായാലും പറയാൻ എന്തെല്ലാം രാഷ്ട്രീയമുണ്ട്. അത് ഇടതുപക്ഷത്തിനായാലും ഉണ്ട് വലതുപക്ഷത്തിനായാലും ഉണ്ട്. രണ്ടുപേർക്കും പറയാനുള്ള അത്തരം കാര്യങ്ങൾ എത്രയോ എണ്ണമുണ്ട്. അതൊക്കെ പറഞ്ഞു വേണം നാട്ടുകാരുടെ വോട്ട് പിടിക്കാൻ. അല്ലാതെ ഇത്തരം കാര്യത്തിൽ രാഷ്ട്രീയം കണ്ടല്ല. അത് ഒരു കണ്ണുകൊണ്ട് മാത്രമല്ല, രണ്ടുപേരെയും ഒരേപോലെ തന്നെയാണ് പറഞ്ഞത്. അതിന് യാതൊരു സംശയമില്ല. ശ്രീ ഷാജി ഭാസ്കരൻ. ശ്രീ ജയകുമാർ പറയുന്നു, നമസ്കാരം സാർ, എന്തിനാണ് ഇങ്ങനെ വനം മന്ത്രി എന്ന് മുഖ്യമന്ത്രിയും കുറേ മന്ത്രിമാരും ഒന്നിനും ഒരു നടപടിയും ഇല്ല. 6 മാസം മുമ്പും 2 മാസം മുമ്പും നാട്ടുകാർ പരാതി കൊടുത്തതാണ്, എന്നിട്ടും വനമന്ത്രി ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നു. ഇതാണ് സാധാരണ മനുഷ്യർ. ഷൈനി ചേച്ചി എന്ന് പറഞ്ഞ് സുനിൽകുമാർ ഷൈനി ചേച്ചിയുടെ പ്രതികരണത്തിന് ഒരു തമ്പ് ഇട്ടിരിക്കുന്നു. ശ്രീ ശിവദാസൻ ആണ് ബാലരാമപുരത്ത് തോന്നുന്നു. ശ്രീ ശിവദാസൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? എനിക്ക് നമസ്കാരം പറയേണ്ട സാഹചര്യമല്ല. എന്തിനാണ് എനിക്ക് പറയാതിരിക്കാൻ പറ്റും? അതിനോട് പറയാം. കാരണം എന്ത് സംഭവിച്ചിരുന്നാലും ഏത് സംഭവിച്ചിരുന്നാലും രാഷ്ട്രീയ പാർട്ടികൾ ഈ ബോഡി ഒരാൾ മരണപ്പെടുമ്പോൾ അതിനെ വെച്ച് വോട്ട് പിടിക്കുന്ന സമീപനം ഒട്ടും ശരിയല്ല. കാരണം എനിക്ക് നിങ്ങളെല്ലാവരും ഏഷ്യാനെറ്റ് പൊതുവേദി മാധ്യമ സൃഷ്ടി ഒരു അപേക്ഷ താന്ന് മാപ്പ് ആവശ്യം പറയുന്നത് ഒന്നും ചെയ്യാൻ പറ്റാമോ? ഈ ഇലക്ഷൻ ഒന്ന് നിർത്തി വെക്കാൻ നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടോ? അനിയാ യവന്മാർ നമ്മളെ കയറ്റിവിട്ട് 8 മാസത്തേക്ക് വേണ്ടി എന്തിനിങ്ങനെ കടന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാരെ ഇങ്ങനെ കൊല്ലുന്നു, അഭിമാനപ്പെടുത്തുന്നു. എന്റെ കൊച്ചു കുഞ്ഞിന്റെ ആ മരണത്തിന്റെ ആത്മാവ് വെച്ച് നിന്നെ വോട്ട് പിടിക്കുന്നത്. അവർക്ക് പറയും എന്തെല്ലാം ജനാധിപത്യത്തിൽ പറയാനുണ്ട് പ്രതിപക്ഷത്തെ ഭരണപക്ഷത്തിന്.
നിങ്ങൾ എല്ലാവരും കൂടി അല്പമെങ്കിലും ഈ പൊതുവേദി കൂടിയോ സാധാരണക്കാരന് വല്ല പറയാൻ കിട്ടുന്നത്. നമ്മുടെ സമയം നോക്കി നിങ്ങളുടെ സമയം നോക്കി കുറെ കാര്യം നമ്മൾ പറയുന്നു. അത് എല്ലാവരും കൂടി പറയുമ്പോൾ നല്ല കാര്യം കുറച്ച് കിട്ടുന്നു, നിങ്ങൾ പ്രതികരിക്കുന്നു, നിങ്ങളത് ചെയ്യുന്നു, അത് നന്ദി. പക്ഷെ എനിക്കും എന്ന് പറയേണ്ട ഈ മാധ്യമങ്ങളും നമ്മൾ നാട്ടിൽ ജനങ്ങൾ ഈ ഇലക്ഷന് എങ്ങനെയെങ്കിലും ഒന്ന് നിർത്തി വയ്ക്കാൻ പറ്റുമോ? കൊഴുപ്പ് തിരട്ട് 8 മാസത്തേക്ക് എന്തിനു വേണ്ടി എന്താ ഇതൊക്കെ ഇനി കുറച്ച് ഈ രാഷ്ട്രീയ കൊതിയന്മാര് ഇനിയെങ്കിലും ഒന്ന് അടങ്ങട്ടെ. ഒരു മനുഷ്യൻ മരിച്ചാൽ പോലും ഒന്ന് അടങ്ങട്ടെ സാറേ. എനിക്ക് ഇത്രയും പറയാം, വേദനയോട് ഞാൻ പറയാം. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ സന്തോഷാണ് വെള്ളരിക്കുണ്ടിൽ നിന്നും. ശ്രീ സന്തോഷ്, ഒരു അത്യന്തം ദാരുണമായ ഒരു സംഭവം, ആരുടെയും ഏത് മനുഷ്യൻ്റെയും മനസ്സ് വിഷമിപ്പിക്കുന്ന ഒരു സംഭവമാണ്. 15 വയസ്സൊക്കെ ഉള്ള ജീവിതത്തിലേക്ക് കടന്നു വരുന്നൊരു പയ്യനാണ്. ആ പയ്യൻ്റെ ജീവിതമാണ് അവൻ പോലും അറിയാതെ പെട്ടെന്ന് നഷ്ടമായി പോയത്. ആ ഘട്ടത്തിൽ പോലും അതൊരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടമാണ്, ആ സ്ഥലമാണ് എന്ന് കരുതി അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നത് ശരിയാണോ? ശ്രീ ജയകുമാറാണ് തിരുവനന്തപുരത്ത്. ശ്രീ ജയകുമാർ, താങ്കൾക്ക് പറയാം. സാറേ നമസ്കാരം. നമസ്കാരം. ആദ്യമായിട്ട് ആ കുടുംബത്തിന്റെ ദുഃഖത്തോടൊപ്പം ചേരുകയാണ്. ഇതേ ജയകുമാർ തന്നെയാണോ ഇതിന് മുമ്പ് ഇതിൽ കമന്റ് ഇട്ടിരുന്നത്? അതെ, ഇതേ കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഇട്ടത്. ശരി, ഓക്കെ, പറഞ്ഞോളൂ. പിന്നെ അപ്പോഴും ഡെയിലി കണ്ടിരിക്കുകയായിരുന്നു, അപ്പോഴും കണ്ട് കണക്റ്റും ആയി. പിന്നെ പറഞ്ഞോളൂ. അല്ല സാർ അപ്പോഴേ ഇതെന്ന് പറഞ്ഞാൽ ഈ ഇന്നലെ വൈകുന്നേരം നടന്ന സംഭവം. രാത്രി ഇതിനോട് കോൺഗ്രസ് ആയിട്ട് ഒരു പ്രകടനം നടത്തി. എന്താണ് ഈ ഇടതുപക്ഷമാണെങ്കിൽ ഇവിടെ ഇരുന്നെങ്കിൽ എന്താണ് ചെയ്തത്? ഇത് ആദ്യമായിട്ടുള്ള സംഭവമാണ്. ഇത് എത്രയും സംഭവങ്ങളായി. ഇതിനു മുമ്പ് 2 പേര് പാടത്ത് ഇതുപോലെ കരണ്ടടിച്ച് മരിച്ചില്ലേ? എന്തെങ്കിലും ഒരു നടപടി എടുത്തോ? 6 മാസം മുമ്പ് ഇവർ പരാതി കൊടുത്തായിട്ട് നാട്ടുകാർ പോയി പറയുന്നുണ്ട്. ഈ കൊച്ചുങ്ങൾ ഓടിക്കേറിയ വീട്ടിലെ ആ പയ്യൻ പറയുന്നുണ്ട് 6 മാസം മുമ്പ് പരാതി കൊടുത്തു, 2 മാസം മുമ്പ് വീണ്ടും കൊടുത്തു എന്ന് പറയുന്നുണ്ട്. എന്ത് ചെയ്തു ഈ സർക്കാർ? ആകെ ചെയ്തത് ഇന്ന് ശശിമന്ത്രി അവിടെ എത്തുന്നുണ്ട്, ഇത് കോൺഗ്രസ്സുകാരുടെ ഒരു ഇതാണെന്ന്, ഒരു ഗൂഢാലോചനയാണെന്ന് പറഞ്ഞു അല്ലേ? ഇത് അദ്ദേഹത്തിന് ആര് കൊടുത്ത ഇതാണ് ഈ ഗൂഢാലോചന എന്ന് പറയാൻ അറിവ്? ഈ പ്രകടനം നടത്തുന്നത് തെറ്റാണോ? ഇങ്ങനെ ഒരു ദുഃഖം ഉണ്ടാകുമ്പോൾ പ്രകടനം നടത്തണ്ടേ? ഇവരാണെങ്കിൽ ഇവിടെ കത്തിച്ചേനായിരുന്നു ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് നമുക്കറിയില്ലേ? ഒരു പടക്കം AKG സെന്ററിൽ എറിഞ്ഞതിന് യവന്മാർ നടത്തിയ പ്രകടനവും നാട്ടുകാരെ തടഞ്ഞെടുത്ത് കാണിച്ച അഭ്യാസമൊക്കെ ഞാൻ അവിടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കൈയും അതുമായി ബന്ധപ്പെട്ടല്ല, ഇത് ഒരു പടക്കമെറിയുന്ന ഒരു പാർട്ടി ആസ്ഥാനത്തേക്ക് സ്വാഭാവികമായും പടക്കമെറിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സാധനം ഉണ്ടായാലും സ്വാഭാവികമാണ് ഏത് പാർട്ടിക്കാരും അത്തരത്തിൽ പ്രതികരിക്കും, അതിനൊന്നും പറയുന്നില്ല. പക്ഷേ ഇതങ്ങനെയല്ല, ഇതൊരു മരണമാണ്. അത്തരം ഘട്ടത്തിലൊന്നും ഒരു പാർട്ടിക്കാരും പ്രതികരിക്കുന്നതിന് നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. അതൊരു കോൺഗ്രസിൻ്റെ ആസ്ഥാനത്തെക്കാളും BJPയുടെ ആസ്ഥാനത്തെക്കാളും ഒക്കെ പ്രശ്നം വന്നാൽ ആ പാർട്ടിക്കാരെ സംബന്ധിച്ച് ആ പാർട്ടിയുടെ ആസ്ഥാനം പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. അവിടേക്ക് ഒരു ആക്രമണം ഉണ്ടായാൽ അവർ പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്യും. അത് സ്വാഭാവികമല്ലേ? അതിനും ഇതുമായി എങ്ങനെ ബന്ധപ്പെടുന്നത്? അല്ല, ഒരു മരണത്തിന് വേണ്ടേ? ഒരു മരണം നടന്ന ഒരു പ്രതിഷേധം അറിയിക്കണ്ടേ? അല്ല, മരണം നടന്നാൽ പ്രതിഷേധം അറിയിക്കുന്നതൊക്കെ ശരി. അത് മരണത്തിന് വേണ്ടിയുള്ള പ്രതിഷേധമായിരുന്നോ ഇന്നലെ രാത്രി അവിടെ നടന്നത്? ഈ മന്ത്രി എന്ന് പറഞ്ഞ പോലാണോ? മന്ത്രി പറഞ്ഞതും തെറ്റ്. ഞാൻ പറഞ്ഞല്ലോ, മന്ത്രി ഇതിന് ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി, ഒരു പ്രതിപക്ഷം പ്രതിഷേധിക്കുന്നതിനേക്കാൾ മോശപ്പെട്ട അവസ്ഥയാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രി പറയുന്നത്. അതും മോശപ്പെട്ട അവസ്ഥ തന്നെയാണ്. അതിന് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, അതങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ പ്രതിപക്ഷവും അതിനെ ഉപയോഗിച്ചത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയാണ് എന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ? ഒരു സംശയം തീർത്തരണം. പ്രതിപക്ഷം അവിടെ പറഞ്ഞായിരുന്നോ ഇടതുപക്ഷമാണ് ഇത് ചെയ്തതെന്നോ ഇല്ലെ BJP ആണ് ചെയ്തതെന്നോ? പ്രതിപക്ഷം അങ്ങനെ പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലല്ലോ. അല്ല, പിന്നെ എന്ത് തെറ്റെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്റെ സംശയം തീർത്തന്നോ? അവിടേക്ക് വരുന്ന ഇടതുപക്ഷത്തു നിന്നുള്ള നേതാക്കളെ തടയുന്നതും അവിടേക്ക് വരുന്ന ആളുകളെയൊക്കെ തടയുമ്പോൾ എന്താണ്, ഇത് ഇടതുപക്ഷം എന്തോ ചെയ്തു എന്നുള്ള മട്ടിലല്ലേ? അങ്ങനെയല്ലല്ലോ. അങ്ങനെയാണോ ചെയ്യേണ്ടത്? അത് ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പില്ലായിരുന്നെങ്കിൽ ഇത് ഇങ്ങനെയൊക്കെ ചെയ്യുമോ? ഇല്ലല്ലോ. ആ ഒരു കാര്യം കറക്റ്റ് തന്നെയാണ്. അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പില്ലായിരുന്നെങ്കിൽ സാധാരണ ഇതുപോലെ എത്ര പേർ മരിക്കുന്നു? ഇന്നാളും 2 കർഷകർ മരിച്ചു. അവിടെ 2 ദിവസം ഒരു ചെറിയ പ്രശ്നമൊക്കെ ഇതിന്റെ 4-1 ആളുകളും എത്തില്ലായിരുന്നു. ഈ നേതാക്കളെല്ലാവരും ഏത് പാർട്ടിയായാലും, ഞാൻ പറയുന്നില്ല, ഏത് പാർട്ടിയായാലും മരണത്തെ വെച്ച് കച്ചവടം ചെയ്യുന്നത് നല്ലതല്ല എന്ന അഭിപ്രായം മാത്രമേ എനിക്കുള്ളൂ. ശരി, ഓക്കെ. ശ്രീ ജയകുമാർ, നമുക്ക് അടുത്ത പ്രശ്നത്തിലേക്ക് കൂടെ പോകേണ്ടതുണ്ട്. ശ്രീ പ്രസന്നനാണ് മാളയിൽ നിന്നും. ശ്രീ പ്രസന്നൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? നമസ്കാരം സാർ. നമസ്കാരം. അതീവ ദുഃഖമുണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നതിൽ. ഇപ്പൊ ഇങ്ങനെ ഒരു ദാരുണമായ സംഭവം നടന്നപ്പോൾ അതിലും ദാരുണമായിട്ടുള്ളതാണ് പ്രതികരണങ്ങൾ ജനങ്ങളിൽ നിന്നുണ്ടാവുന്നത്. ഒരു ഇലക്ഷൻ നടക്കുന്ന കണക്കാക്കി നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ, ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, അതൊരു സംയമനം പാലിക്കേണ്ട ഒരു നിലവാരം, ആ തലത്തില് നമ്മുടെ സാംസ്കാരിക നിലവാരം
ജനങ്ങളുടെ അടുത്ത് പ്രകടിപ്പിക്കേണ്ടതാണ്. അതിന് പകരമായിട്ട് അതിന്റെ മേലിൽ അതും ഒരു ആയുധമായിട്ട് എടുത്ത് പയറ്റുന്ന ഒരു രീതി, ഒരു എന്താ പറയാ നിലവാരം, നമ്മൾ വളരെ മോശപ്പെട്ട അവസ്ഥയിലാണ് സഞ്ചരിക്കുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ കാര്യത്തിൽ. നമ്മൾ നിലവാരം താഴെയല്ല, നമുക്ക് അത്ര നിലവാരം ഉള്ളൂ, അതാണ് അതിന്റെ വിഷയം. ശരി, സർക്കാർ പറഞ്ഞ നമുക്ക് ചില കമന്റുകളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ ഷാജി ഭാസ്കരൻ പറയുന്നു, റഷീദ് കൊയിലാണ്ടി എന്ന ലീഗുകാരൻ ഏകപക്ഷീയമായി പറഞ്ഞപ്പോൾ കിരൺ UDF കാട്ടിയ കാര്യം പറയാൻ പറഞ്ഞു. ശ്രീ ഷാജി ഭാസ്കരൻ്റെ കമന്റിനകത്ത് എവിടെയും LDFനകത്ത് കാണിച്ച തെറ്റാണ്. ഞാൻ തുടക്കത്തിൽ തന്നെ രണ്ടുപേരുടെയും കാര്യം കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു. ആര് കാണിച്ചാലും അതിനകത്ത് LDF കാണിച്ചാലും UDF കാണിച്ചാലും തെറ്റായി തന്നെ പറഞ്ഞിരുന്നു. താങ്കൾ അത് പക്ഷേ എവിടെയും താങ്കളുടെ കമന്റിൽ കാണുന്നില്ല. ശ്രീ മുരളീധരൻ നായർ MN പറയുന്നു, എൻ്റെ കണ്ണ് നനഞ്ഞു, എൻ്റെ ഭാര്യ വിതുമ്പി കരഞ്ഞു. കാരണം 15 വർഷം മുമ്പ് 5 വയസ്സിൽ എൻ്റെ ഒറ്റ മകനും ഇതുപോലെ അപകടം പറ്റി. ഭാഗ്യവശാൽ അവൻ രക്ഷപ്പെട്ടു എന്ന് പറയുന്നു മുരളീധരൻ നായർ. സ്വാഭാവികമാണ്, ഏതെങ്കിലും ഒരു കുട്ടിയുടെ ഒരു അച്ഛനമ്മമാർക്കുണ്ടാകുന്ന വേദന അത്രത്തോളം ഭീകരമാണ്. അത് നമുക്ക് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ കഴിയുന്നതല്ല. ചാമക്കാല പറഞ്ഞ സർക്കാർ സ്പോൺസർ ചെയ്ത കൊലപാതകമാണെന്നാണ്. ജയകുമാർ കേട്ടില്ലേ എന്ന് ചോദിക്കുന്നു ഷാജി ഭാസ്കരൻ. അതൊക്കെ ശ്രീ ഷാജി ഭാസ്കരൻ സ്വാഭാവികമായും ആര് പ്രതിപക്ഷത്തിരുന്നാലും ഭരണപക്ഷത്തു നിന്ന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിൽ വീഴ്ച ഉണ്ടെങ്കിൽ അത്തരം ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നതൊക്കെ സ്വാഭാവികം തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ അതിനെ ഒരു പരിധി വിട്ട് ഉപയോഗിക്കുമ്പോഴാണ്, അതിനെ വരുന്ന മന്ത്രി ആരെങ്കിലും നേതാക്കൾ വരുമ്പോൾ അവരെ തടയുക, ആ തരത്തിൽ മാറ്റുമ്പോഴാണ് അതിനെ മറ്റൊരു തരത്തിൽ അല്ലെങ്കിൽ അതിനെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്നുള്ള സംശയം ഉണ്ടാകുന്നത്. അത്തരം സംശയങ്ങൾ ജനങ്ങൾക്കുണ്ട്. അത് UDF ചെയ്തതിലാലും LDF ചെയ്തതിലാലും സാധാരണക്കാരായ ജനങ്ങൾക്ക് അത്തരം സംശയങ്ങളുണ്ട്. ഗവർണർ ഷുഡ് ടേക്ക് ദി ഹോൾ റെസ്പോൺസിബിലിറ്റി ആൻഡ് ഷുഡ് റിസൈൻ ഫ്രം ഹിസ് പോസ്റ്റ് എന്ന് പറയുന്നത്. അത് ഗവർണർ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ശ്രീ കൃഷ്ണയാണ് കാവാലത്ത് നിന്നും. ശ്രീ കൃഷ്ണ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? രാവിലെ സുരാജ് ചേട്ടൻ പറഞ്ഞത് കേട്ടായിരുന്നോ? കേട്ടില്ല. രാവിലെ സുരാജ് ചേട്ടൻ ഇല്ല, നിലമ്പൂരിലെ മത്സരാർത്ഥി, അദ്ദേഹം പറഞ്ഞില്ലായിരുന്നോ രാഷ്ട്രീയം പാടില്ല എന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞു. ആ വാക്കുകളോട് തന്നെയാണ് എനിക്ക് യോജിക്കുവാനുള്ളത്. ശരി, ഓക്കെ, താങ്കളുടെ വാക്കുകൾ വളരെ വ്യക്തമാണ്. ശ്രീ തങ്കച്ചനാണ് കോട്ടയത്ത് നിന്നും. ശ്രീ തങ്കച്ചൻ, താങ്കൾക്ക് പറയാം. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ അധികാരത്തിൽ വല്ലവർക്കും എന്തെങ്കിലും ഒരു മനസാക്ഷിത്വമുണ്ടെങ്കിൽ സാറേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കോൺഗ്രസ്സുകാരുടെ കമ്മ്യൂണിസ്റ്റായിട്ട് ആരെങ്കിലും ആയിക്കോട്ടെ രാഷ്ട്രീയം കളിക്കും. ഇത്തരം കാര്യങ്ങൾ ഇപ്പോഴും നമ്മൾ ദുഃഖത്തിൽ നടക്കുന്നത് ഈ സമയത്ത്. ഇപ്പോൾ എല്ലാവരും രാഷ്ട്രീയം കളിക്കുക, കോൺഗ്രസ് ആണ് ഇടതു ദിവസം വലതു ദിവസം രാഷ്ട്രീയം കളിക്കുക. പിന്നെ നമ്മുടെ മന്ത്രി എത്രയോ പ്രാവശ്യം ആരോപണമായ മന്ത്രിയാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രായം ചെന്നിട്ട് ഈ അധികാരം എന്താണെന്ന് പോലും അറിയത്തില്ലാത്തൊരു മന്ത്രിയാണ് ഭരിക്കുന്നത്. നമുക്കറിയാം, ഈ വെള്ളയത്തിലെ ഒരു MLA പോലും, ജനീഷ് MLA പോലും പ്രതികരിച്ച് വനം വകുപ്പ് മോശമാണ്. എന്നിട്ടും നമ്മുടെ മുഖ്യമന്ത്രി ഇത് കണ്ടിട്ട് കാണാതെ നടക്കുന്നു. ഇതൊരു അല്ലെ തന്നെ നമുക്കറിയാം, സാറേ എന്നൊരു ചേച്ചി വയനാട് മരിച്ചപ്പോഴും കോഴിക്കോട് ഡാൻസ് കളിക്കാൻ പോയ മന്ത്രിയൊക്കെ സാറേ ഇവരെയൊക്കെ സാറേ വെച്ചു പൊറപ്പിക്കുന്ന മന്ത്രിസഭയിൽ സത്യം പറയും അതിയായ ദുഃഖമുണ്ട്. വോട്ട് ചെയ്ത് എന്നെപ്പോലും തോന്നുന്നു. കാരണം പറയുന്നത് വെച്ചാൽ എൻ്റെ കുട്ടി 10ാം ക്ലാസ് പാസ്സാക്കുന്ന കുട്ടിയാണ്, ഇതേ പ്രായത്തിലുള്ള കുട്ടിയാണ്. ഈ കുട്ടിയുടെ ദുഃഖമുണ്ടല്ലോ എൻ്റെ മകൻ പോലെ ഞാൻ കാണുന്നത്. ഇത്തരം പരിപാടികൾ ചെയ്യരുതെന്നാണ് എൻ്റെ ഏറ്റവും വലിയ അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് എന്തായാലും ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. എന്തുപറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല.
നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ഫാദർ സാമുവലാണ് കോഴിക്കോട് നിന്നും ചേരുന്നത്. ഫാദർ, ഈ മരണം എന്ന് പറഞ്ഞാൽ അത് ഒരു 15 വയസ്സുകാരൻ്റെ മരണം, അവൻ യാതൊന്നും അറിയാതെ നിൽക്കുന്ന ഒരു സമയത്ത് പെട്ടെന്ന് അവൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ ഏത് മനുഷ്യൻ്റെയും കരളലിയിക്കുന്ന ഒരു വാർത്തയാണ്. പക്ഷേ അത് വെച്ച് പോലും എങ്ങനെ നിലമ്പൂരിലാണ് അത് സംഭവിച്ചു പോയത് എന്നുള്ളതുകൊണ്ട് അത് വെച്ച് എങ്ങനെ 4 വോട്ട് പിടിക്കാം എന്നുള്ള ഒരു ശ്രമം കൂടി നമ്മുടെ രാഷ്ട്രീയക്കാർ നടത്തുന്നുണ്ടോ? ഹലോ, ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ. ആദ്യമായിട്ട് അനന്തുവിന്റെ വേദനിക്കുന്ന കുടുംബത്തോടുള്ള എന്റെ ദുഃഖം രേഖപ്പെടുത്തുന്നു. അത് അവരുടെ വേദനയിൽ ഞാൻ പങ്കുചേരുന്നു. രണ്ടാമതായിട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ രാഷ്ട്രീയമായിട്ട് മുതലെടുപ്പല്ല വേണ്ടത്. നേരെ മറിച്ച് മന്ത്രിമാരായാലും ജനപ്രതിനിധിയായാലും അവർ ജനത്തെ സേവിക്കേണ്ടവരാണ്. അവരുടെ വേദനയിൽ പങ്കുചേരേണ്ടവരാണ്. ആ വീട്ടിലേക്ക് പോയി അവരോട് ഒരുമിച്ച് പ്രശ്നം ഇരുന്ന് അവരുടെ വേദനയിൽ പങ്കുചേരുന്ന ആ ഒരു മനുഷ്യത്വ മനോഭാവമാണ് മന്ത്രിമാർക്കായാലും പ്രതിപക്ഷ നേതാക്കന്മാരായാലും വേണ്ടത്. ഒന്നത്. രണ്ടാമത്, ഈ പ്രതിപക്ഷ നേതാക്കന്മാർ എല്ലാവരും മുഖ്യമന്ത്രിയെയും മറ്റ് ഈ വനമന്ത്രിയെയും കണ്ട് ഈ പ്രശ്നം കുറെ ഇത് ആവർത്തിക്കുന്നു. ഈ മൃഗങ്ങളുടെ ഉപദ്രവം കൊണ്ടുണ്ടാകുന്ന നഷ്ടം, അതിനെക്കുറിച്ച് വിശദമായി ചർച്ച നടത്തി വേണമെങ്കിൽ എല്ലാവരും ചേർന്ന് കേന്ദ്ര മന്ത്രിമാരെയും കണ്ട് പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തണം. ഇത് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല ഒരിക്കലും. ഒരു പരിഹാരം എന്തുകൊണ്ട് ഉണ്ടാക്കാൻ അവർക്ക് സാധിക്കുന്നില്ല? മന്ത്രിമാർക്കായാലും പ്രതിപക്ഷ നേതാക്കന്മാർക്കായാലും ഒരുമിച്ച് ചർച്ച ചെയ്തിട്ട് കേന്ദ്ര ഗവൺമെന്റിനെ കണ്ടിട്ട് ഈ പ്രശ്നം പരിഹാരം കാണണ്ടേ? ഇത് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റുമോ? ശരി, താങ്കളുടെ വാക്കുകൾ വളരെ വ്യക്തമാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ രാഷ്ട്രീയമൊന്നും അല്ല കാണേണ്ടത്. അക്കാര്യത്തിൽ വീഴ്ച ആർക്കും ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ തിരുത്തൽ എവിടെയാണ് വേണ്ടത്, അത് ഒരുമിച്ചിരുന്ന് തന്നെ ചർച്ച ചെയ്യേണ്ടതാണ്. അതിന് കേന്ദ്ര സർക്കാരായാലും സംസ്ഥാന സർക്കാരായാലും പ്രതിപക്ഷമായാലും എവിടുത്തെ ആയാലും എല്ലാവരും ഒരുമിച്ച് തന്നെ തീരുമാനിക്കേണ്ട കാര്യങ്ങൾ തന്നെ. നാടിൻ്റെ പൊതുകാര്യങ്ങളിൽ അങ്ങനെ യോജിക്കാൻ കൂടി കഴിയണം. ശ്രീ ബിനോയിയാണ് കൊല്ലത്ത് നിന്ന്. ശ്രീ ബിനോയ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? നമസ്കാരം കിരൺ. വളരെ വിഷമമായ ഒരു വാർത്തയാണ് നിങ്ങൾ പറയുന്നത്. പക്ഷേ ഞാൻ ആദ്യമായിട്ട് അനന്തുവിന്റെ ആ വീട്ടിലെ അവരുടെ വീട്ടുകാർക്ക് ദുഃഖം രേഖപ്പെടുത്തുകയാണ്. അനന്തു എന്ന് പറഞ്ഞ 15 വയസ്സുകാരന് ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. സത്യത്തിൽ ഇതൊക്കെ വളരെ ശ്രദ്ധിക്കുന്നത്, അത് പ്രതിപക്ഷമാവട്ടെ ഭരണപക്ഷമാകട്ടെ, ഒരു മരണം നടക്കുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു വ്യത്യാസം പാടില്ല, രാഷ്ട്രീയം പാടില്ല. പ്രത്യേകിച്ച് ഞങ്ങൾ കോൺഗ്രസ്സുകാർ ആരുടെയും മരണത്തിൽ രാഷ്ട്രീയം പറയാറേ ഇല്ല. പക്ഷെ എനിക്ക് ഇതിൽ മനസ്സിലാക്കാൻ പറ്റിയത്, നിങ്ങൾ ന്യൂസ് 18 ന്യൂസ് ഞാൻ രാവിലെ തൊട്ട് കാണുന്നുണ്ട്, എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് KSEBയുടെ ഒരു നല്ലൊരു വീഴ്ചയുണ്ട്. അതായത് 7 മാസത്തിന് മുമ്പ് തന്നെ KSEBയിലുള്ളവരവിടെ പരാതി കൊടുത്തിരുന്നു, ഇതുപോലെ കറണ്ട് മോഷ്ടിക്കുന്നുണ്ട് എന്ന് പറയും. പക്ഷെ അതിന് ഒരു നടപടിയും എടുക്കാതെ ഇന്നാണ് ബഹുമാന്യനായ കൃഷ്ണൻകുട്ടി മന്ത്രി പറയുന്നത്, ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ഞങ്ങൾ ഇനി അത് നടപടി എടുത്തോളാം എന്ന് പറയുന്നത്. പക്ഷെ 7 മാസത്തിന് മുമ്പ് കൊടുത്ത ആ പരാതി നടപടി എടുത്തിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു ദാരുണമായ ഒരു അന്ത്യം ഒരിക്കലും ഉണ്ടാകില്ലായിരുന്നു. പിന്നെ മന്ത്രി ശശീന്ദ്രൻ വന്ന് പറയുകയാണ്, എന്താണ് ഇത് ഗൂഢാലോചനയാണ് പ്രതിപക്ഷത്തിന്റെ. അതൊന്നും ഒരു മരണസമയത്ത് പറയാൻ പാടില്ല. സമാനമായ രീതിയിലുള്ള പ്രവർത്തനമൊക്കെ തന്നെയല്ലേ ഇന്നലെ അവിടെ വരുന്ന ഇടത് നേതാക്കളെ തടയുക, അതിനെ ആ തരത്തിലേക്ക് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ശ്രമം ഇന്നലെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ലേ? അല്ല, അതൊരു മരണം വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ലോക്കൽ ആയിട്ടുള്ള ആളുകൾ പ്രതികരിക്കും. ലോക്കലായിട്ട് ആളുകളുടെ പ്രതികരണമൊന്നും ആയിരുന്നില്ല ഇന്നലെ നിലമ്പൂരിൽ ഉണ്ടായത്. നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നില്ലായിരുന്നെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഈ തരത്തിലേക്കുള്ള വലിയ വൈകാരിക പ്രകടനങ്ങളൊന്നും വരില്ലായിരുന്നു. അല്ല, ഒരു വൈകാരികത ഞാൻ പറഞ്ഞില്ല. അവിടെയുള്ള ആളുകൾ തടഞ്ഞതിന്റെ ഒരു ഉദ്ദേശം നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ ചാനൽമാരുടെ റിപ്പോർട്ടുകാരും പറയുന്നത് അറിയോ? അവര് വൈകാരികമായി പറയുന്നത് 7 മാസങ്ങളൊന്നും അല്ല ശ്രീ ബിനോയ് തടഞ്ഞതുമൊക്കെ. തടഞ്ഞതിന് നേതൃത്വം കൊടുത്ത കിരണേ ഞാനൊന്ന് പറയട്ടെ, നിങ്ങളുടെ ഇതിനകത്ത് തന്നെ ന്യൂസിൽ തന്നെ കാണിക്കുന്നുണ്ട് 7 മാസമായിട്ട് പരാതി കൊടുത്തിട്ടുണ്ട്. അത് ശരി, അത് സംഭവിച്ചു. ഞാൻ അതിനൊന്നും അത്തരം തെറ്റുകളൊന്നും ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. അല്ല കിരൺ, ആ ഒരു പരാതി സീരിയസ് ആയിട്ട് ഏറ്റെടുത്തിരുന്നു എങ്കിൽ
അനന്തു എന്ന് പറയുന്ന ഈ 15 വയസ്സുകാരൻ നമുക്ക് നഷ്ടപ്പെടില്ലായിരുന്നു. ഉറപ്പ്, ഡബിൾ ഉറപ്പ്. പിന്നെ മന്ത്രിയാണ് ആദ്യം പ്രസ്താവനയാണ് ഒരാളുടെ മരണത്തിൽ. അഭിപ്രായം വ്യക്തമാണ് കാര്യത്തിൽ. ശ്രീ കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്നും. ശ്രീ കൃഷ്ണൻകുട്ടി, ഇങ്ങനെ ഒരു മരണമൊക്കെ ഉണ്ടാകുമ്പോൾ ആ മരണത്തെ വെച്ച് അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്ന് കരുതി ആ മരണത്തെ വെച്ച് 4 വോട്ട് നേടാം എന്ന് ഏത് പാർട്ടിക്കാരൻ തീരുമാനിച്ചാലും അത് ശരിയല്ല. കഴുകൻ കണ്ണുകളോടെ ഇന്നലെ പ്രതികരിച്ചത് നമ്മളെല്ലാവരും ടി വിയിൽ കണ്ടതാണ്. ഇന്നലെ മാഷ് എപ്പോഴാണ് ഉറങ്ങിയത്? ഞാൻ ഉറങ്ങിയത് ഈ വെളുപ്പാങ്കാലത്ത് 3 മണിക്കാണ്. എന്തെന്ന് വെച്ചാൽ അവിടെ നടന്ന കോപ്രായങ്ങളൊക്കെ ഞാൻ ടി വിയിൽ കാണുന്നുണ്ടായിരുന്നു. പല ചാനലും മാറി മാറി നോക്കി. ആ സമയത്തൊക്കെ ഈ പറഞ്ഞ ചാനലുകാരുടെ റിപ്പോർട്ടർമാർക്ക് വരെ ഒരു ആഹ്ലാദം ഉണ്ടായിരുന്നു തോന്നുന്നു അവരുടെ മുഖത്ത്. എന്ന് പറഞ്ഞാൽ സർക്കാരിനെ അടിക്കാൻ കിട്ടിയ ഒരു വഴി ശരിക്കും സർക്കാരിനെ അടിക്കാൻ വടിയായിട്ട് നടക്കുകയാണോ? ഞാൻ പറയട്ടെ മാഷേ, അങ്ങനെ ഒരു പിന്നെ ചാനൽ റിപ്പോർട്ടർമാർക്കെല്ലാം ഒരു കുട്ടിയുടെ മരണം ഉണ്ടാകുമ്പോൾ മുഖത്ത് ആഹ്ലാദം എന്ന് പറഞ്ഞാൽ ഞാനത് കേട്ടോണ്ടിരിക്കണോ? ഞാൻ കേട്ടോണ്ടിരിക്കണം. ഞാൻ പറയട്ടെ, ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു ചോദിക്കും. ഈ താങ്കൾ എന്തുകൊണ്ട് പറഞ്ഞാലും അത് ശരിയല്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് ശരി, നിങ്ങൾ പറഞ്ഞത് ശരിയല്ലെന്നാ ഞാൻ പറയുന്നത്. ഞാൻ പറയട്ടെ കട്ടിയല്ലേ. ഇന്നലെ സ്വരാജ് ഇതിനെപ്പറ്റി പ്രതികരിക്കുന്നുണ്ടായിരുന്നു ആശുപത്രിയുടെ മുറ്റത്ത് വെച്ചിട്ട്. ആ സമയത്ത് സ്വരാജിന്റെ മുമ്പിൽ ഒരു ചാനലുകാരും ഉണ്ടായിരുന്നില്ല. ഒരു ചാനൽ ഒഴിച്ച് ബാക്കി ആരും ഉണ്ടായിരുന്നില്ല. ഈ കോലും പിടിച്ചുകൊണ്ടിരുന്ന ചാനലുകാരെല്ലാം മറ്റൊരാൾ പറയുകയായിരുന്നു. സ്വരാജ് പറഞ്ഞത് ആരും ഉണ്ടായിരുന്നില്ല. എന്നിട്ടോ അവിടെ ഒരു ബസ്സിനകത്ത് ശ്രീ കൃഷ്ണൻകുട്ടി, സ്വരാജ് ആയാലും അപ്പുറത്ത് ആര്യൻ ഷൗക്കത്തായാലും പ്രതികരിക്കുന്നു എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി അറിയിച്ചാൽ ചാനലുകൾ അവിടെ ചെല്ലും. എല്ലാ ചാനലുകളും അവിടെ ചെല്ലും. കേരളത്തിലെ ചാനലുകളൊക്കെ അക്കാര്യത്തിൽ ഇനി പാർട്ടി ചാനലുകളായാൽ പോലും എതിരാളികളുടെ പ്രതികരണം ഉണ്ടായാലും അവിടെ ചെല്ലുകയൊക്കെ ചെയ്യും. അല്ലാതെ ഇന്നലെ രാത്രിയിലൊക്കെ ആരുടെ പ്രതികരണം കിട്ടിയാലും കൊടുക്കുകയായിരുന്നു ചാനലുകൾ. ഇനി സാധാരണക്കാരായ നാട്ടുകാർ മുതൽ ഏരുടെ പ്രതികരണം കിട്ടിയാലും കൊടുക്കുകയായിരുന്നു. അല്ലാതെ അത്തരം കാര്യങ്ങളിലൊന്നും മനഃപൂർവ്വമായി കേരളത്തിലെ ചാനലുകൾ ആകെ കൂടി ചെല്ലാതിരിക്കും, അവിടെ മറ്റൊരിടത്തുള്ള മാത്രമേ ചെല്ലൂ എന്ന് പറയുന്നത് ശരിയല്ല. ഞാൻ പറഞ്ഞു ഇന്നലെ രാത്രി നടന്ന കാര്യങ്ങളെല്ലാം ഒരു ഏകപക്ഷീയമായി നടന്ന കാര്യങ്ങളായിരുന്നു. ഇന്നലെ രാത്രിയിൽ നടന്ന കാര്യം ഇന്ന് മന്ത്രി പറഞ്ഞതോ? പറയട്ടെ, അത് കഴിഞ്ഞല്ലേ മന്ത്രി പറഞ്ഞത്? അത് കഴിഞ്ഞാലും കഴിഞ്ഞില്ലാലും മന്ത്രി അത് പറഞ്ഞില്ലേ? സ്വാഭാവികമായി അവിടെ പ്രതിപക്ഷമാണെങ്കിൽ ഇപ്പൊ UDF ആണ് ഭരിക്കുന്നതെങ്കിൽ LDF ഇതുപോലെ പ്രതിഷേധം ഉണ്ടാക്കില്ലേ? അതൊക്കെ ഉണ്ടാക്കും. അവർ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് അവർ കുറെ കൂടി രാഷ്ട്രീയം കളിച്ചു, അതിനകത്ത് സംശയമൊന്നുമില്ല. അവർ കാണിച്ചത് മോശം തന്നെയാണ്. പക്ഷേ മറിച്ച് ഭരണപക്ഷത്തുനിന്ന് കാണിച്ചത് അതേ മോശത്തരം തന്നെയാണെന്നാണ് പറയുന്നത്. നോക്ക്, നിങ്ങൾ സംസാരിക്കാൻ ഞാൻ സംസാരിക്കുന്നത് എന്താണെന്നറിയാമോ? നമ്മൾ രണ്ടുപേരും കൂടെ ഒരേ സമയം സംസാരിച്ച് ആരും ഒന്നും. താങ്കൾ പറഞ്ഞോളൂ. എപ്പോഴെങ്കിലും ഭരണപക്ഷത്തിന്റെ കാര്യം കൂടെ പറയണം, അത്രേ ഉള്ളൂ. പറയാമല്ലോ, ഭരണത്തിന്റെ കാര്യത്തിലേക്ക് പറയാൻ വരാമല്ലോ. അപ്പോ ഇന്നലെ രാത്രി നടന്ന ആ സംഭവങ്ങളും അവിടെ വിളിച്ച മുദ്രാവാക്യങ്ങളും ഒക്കെ ഞാൻ കേട്ടു. അതെല്ലാം തെറ്റാണല്ലോ, ധാർമ്മികമായി പോലും തെറ്റാണല്ലോ. ഒരു മരണം നടക്കുമ്പോൾ ഒരു കുട്ടിയുടെ മൃതശരീരം മോർച്ചറിയിൽ ഇരിക്കുന്ന സമയത്ത് ഇവർ കാണിക്കുന്നത് എന്തൊരു വേണ്ടാത്ത പണിയാണ്. കഴുകും കണ്ണുകളോടെ ഇതിനെ സമീപിക്കുന്നത് ശരിയല്ലല്ലോ എന്നുള്ള വികാരത്തോടെയാണ് ഞാൻ ഇന്നലെ രാത്രി അത് മുഴുവൻ കണ്ടോണ്ടിരുന്നത്. രാത്രി 3 മണിക്കാണ് ഞാൻ ഉറങ്ങിയത് വെളുപ്പിനെ. അത് കഴിഞ്ഞ് നേരം വെളുത്ത് അപ്പം എനിക്ക് തോന്നുന്നു നേരം വെളുക്കുമ്പോഴേക്ക് ഈ പറഞ്ഞ അറസ്റ്റും ഈ ആരാണ് ചെയ്തതെന്നൊക്കെ പിടിക്കപ്പെടില്ലായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ പിടിക്കപ്പെട്ടതോടെ സംഭവിച്ചത് എന്താണ്? അതോടെ സമരത്തിന്റെ മുനയൊടിഞ്ഞു. സമരത്തിന്റെ മുനയൊടിഞ്ഞപ്പോൾ പിന്നത്തെ എന്താ നടക്കുന്നത്? പ്രസ്താവന യുദ്ധങ്ങളാണ് നടക്കുന്നത്. പ്രസ്താവന യുദ്ധം നടത്തുമ്പോൾ മന്ത്രി പറഞ്ഞു ഗൂഢാലോചന ഉണ്ടെന്നാണ് മന്ത്രി പറഞ്ഞത്. ഗൂഢാലോചന ഉണ്ടോ ഇല്ലയോ എന്നും നമുക്ക് അറിയൂല കേട്ടോ. അല്ല, ഉണ്ടെങ്കിൽ മന്ത്രി തെളിയിക്കട്ടെ. ഒരു ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി വന്നിട്ട് ഗൂഢാലോചന ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്ത്? ആരെങ്കിലും വന്ന് ഒരു കുട്ടിയെ കൊല്ലാൻ വേണ്ടി അവിടെ എതിര് പാർട്ടിക്കാർ ചെയ്തെന്നുള്ള മട്ടിലല്ലേ ആദ്യം പറഞ്ഞത്? കുട്ടിയെ കൊല്ലാൻ വേണ്ടിയുള്ള ഗൂഢാലോചന അല്ല മന്ത്രി ഉദ്ദേശിച്ചത്. മന്ത്രി ഉദ്ദേശിച്ച കാര്യങ്ങൾ ആദ്യം പറയണം. അതൊക്കെ പിന്നീട് വന്ന വിശദീകരണങ്ങളാണ്. അതിനുശേഷം അത് ഗോവിന്ദ മാഷാണ് ആ തരത്തിലേക്ക് മാറ്റി പറഞ്ഞത്. അതിനു മുമ്പ് മന്ത്രി പറഞ്ഞ അങ്ങനെയൊന്നും അല്ല. താങ്കൾക്കും എനിക്കും എല്ലാം യൂട്യൂബിലെല്ലാം കിടപ്പുണ്ട് കൃത്യമായിട്ട്, അത് കേൾക്കാം. അതെ, അതിന് വേറൊരു വ്യാഖ്യാനം കൂടി ഉണ്ടല്ലോ. അതിന്റെ വ്യാഖ്യാനം അന്വേഷണം നടക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ഇതിനു മുമ്പേ വിളിച്ച ആൾ പറഞ്ഞു മുഖ്യമന്ത്രി ഒന്നും പ്രതികരിച്ചില്ല എന്ന്. മുഖ്യമന്ത്രി എങ്ങനെ പ്രതികരിക്കാത്തൊന്നുമല്ല ഇതിനകത്ത് വിഷയം. ഇത് പ്രതികരണമൊന്നുമല്ല. ഇത് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ വീഴ്ചക്കെതിരെ നടപടി ഉണ്ടാവണം. മന്ത്രി പറഞ്ഞത് ഗൂഢാലോചനയുണ്ട്, രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നൊക്കെയാണ് മന്ത്രി പറഞ്ഞത്. എങ്കിൽ മന്ത്രി അത് തെളിയിക്കണം. ഇതുവരെ ഉണ്ടായ നടപടിയിൽ നിങ്ങൾക്ക് തർക്കമുണ്ടോ? ഇതുവരെ ഉണ്ടായ ആളിനെ അറസ്റ്റ് വരെ ചെയ്തു. ആളിനെ അറസ്റ്റ് ഒക്കെ ചെയ്തു, അതൊക്കെ ശരിയാണ്. അതെല്ലാം സംഭവിച്ചു. അതൊന്നും ആരും പറഞ്ഞില്ലല്ലോ ചെയ്തില്ലെന്ന്. ബാക്കി നടപടി മുന്നോട്ട് പോകുമ്പോഴല്ലേ ബാക്കി കാര്യങ്ങൾ വെളിയിൽ. നേരത്തെ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ പരാതിക്ക് നടപടി എടുത്തില്ലെങ്കിൽ അതും തെറ്റാണ്. അത്തരം കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അതെല്ലാം നടപടി എടുക്കേണ്ട. അതൊന്നും ഒരു നാട്ടിൽ കൊടുക്കുന്ന പരാതികളെല്ലാം കൃത്യമായി എല്ലാം പാലിക്കപ്പെടുമെന്നൊന്നും ആരും പറയുന്നില്ല. പക്ഷെ രണ്ടു കൂട്ടരും ഇതിനെ രാഷ്ട്രീയമായി വോട്ട് കിട്ടാൻ വേണ്ടി ഉപയോഗിച്ചു എന്നത് ശരിയല്ല. അതുവരെ കാത്തിരിക്കാനുള്ള ക്ഷമ കാണിക്കണ്ടേ? അതെങ്ങനെയാണ്? അതൊക്കെ പറയുന്നതിൽ എന്താണ്? മറിച്ച് ഇത് മറുപക്ഷമായിരുന്നെങ്കിൽ ഇതേപോലെ അല്ലേ ചെയ്യുന്നത്? അക്കൂട്ടത്തിൽ തന്നെ നിങ്ങളാരും പറയാത്ത അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്യാത്ത കാര്യങ്ങളുണ്ട്. എന്തെന്ന് വെച്ചാല് പഞ്ചായത്തിനോട് തന്നെ അനുവാദം കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ കാട്ടുപന്നിയൊക്കെ വെടിവെക്കാനും ഇല്ലാതാക്കാനും ഒക്കെ അനുവാദം കൊടുത്തിട്ടുണ്ട്. കാട്ടുപന്നി വെടിവെക്കുന്നതല്ലല്ലോ വിഷയം.
അവിടെ ഒരാൾ അനധികൃതമായി പന്നിയെ കെണി വെച്ച് പിടിച്ച് ഇറച്ചി കച്ചവടം ചെയ്യുന്നു. ഇതുവരെ കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് അങ്ങനെയാണ് ഇറച്ചി കച്ചവടം ചെയ്യുന്നു. അയാൾ ഇത് ആദ്യമായി ചെയ്യുന്നതല്ല, അയാൾ ഇതിനു മുമ്പ് പലതവണ ചെയ്തിട്ടുണ്ട്. ആ നാട്ടിൽ സുഗമമായി അതൊക്കെ ചെയ്താൽ ഒരു കുഴപ്പവുമില്ല, നിയമപാലകരൊന്നും അത് കാണില്ല. അല്ലെങ്കിൽ കറണ്ട് ഏതെങ്കിലും ഇലക്ട്രിസിറ്റി ലൈനിൽ നിന്ന് അങ്ങനെ അനധികൃതമായ വൈദ്യുതി എടുത്താൽ വൈദ്യുതി വകുപ്പ് ഇത് അറിയില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ അയാൾ വീണ്ടും വീണ്ടും ചെയ്യുന്നത്. നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതി വർത്തമാനം പറയരുത്. അതെന്താണ്? അങ്ങനെയല്ലല്ലോ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞ കാര്യമല്ല ഞാൻ പറഞ്ഞത്. പിന്നെ ഈ പഞ്ചായത്തിന് അനുവാദം കൊടുത്തിരിക്കുന്ന ഇതുപോലെ കറണ്ടിന്റെ കമ്പി വലിച്ചു കെട്ടി പന്നികളെ കൊല്ലാനല്ല പറഞ്ഞിരിക്കുന്നത്. ശ്രീകൃഷ്ണൻകുട്ടി താങ്കളൊന്ന് കേൾക്കൂ. താങ്കളുടെ ഭാവമൊക്കെ ന്യായീകരിച്ചു, അതിലൊന്നും യാതൊരു കുഴപ്പമില്ല. പക്ഷെ ഒന്ന് കേൾക്കൂ. അയാൾ ഈ പ്രതി എന്ന് പറയപ്പെടുന്ന ആൾ ഇതുവരെ കിട്ടിയ തെളിവ് വെച്ചാണെന്ന് കൂടി ഞാൻ പറയുന്നത്. എൻ്റെ കയ്യിൽ തെളിവില്ലാത്തതുകൊണ്ടാണ്. ഇതുവരെ കിട്ടിയ തെളിവ് വെച്ച് പോലീസിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ വിവരങ്ങളൊക്കെ വെച്ചിട്ട് ഇയാൾ സ്ഥിരമായി ഇത്തരത്തിൽ കെണി വെച്ച് പന്നിയെ പിടിച്ച് പന്നിയുടെ ഇറച്ചി വിൽക്കുന്ന ആളാണ്. അയാൾ ഈ കുട്ടിയെ കൊല്ലാൻ വേണ്ടിയല്ല, പന്നിയെ കൊല്ലാൻ വേണ്ടി വെച്ച കെണിയാണ്. ആ കെണിയിലാണ് കുട്ടി അറിയാതെ പോയി കൈ വീണ് മരണമുണ്ടായത്. ഇങ്ങനെ കെണി വെച്ച് പന്നിയെ പിടിച്ച് വെക്കുന്നതിന് യാതൊരു കുഴപ്പവുമില്ല എന്ന് കണ്ടതുകൊണ്ടാണല്ലോ അയാൾക്ക് വീണ്ടും വീണ്ടും അയാൾ ചെയ്തത്. അക്കാര്യത്തിൽ വീഴ്ച ഉണ്ടായിട്ടില്ലേ സംവിധാനത്തിന്? അങ്ങനെ സംവിധാനത്തിന്റെ വീഴ്ചയായിട്ട് കണക്കാക്കാൻ പറ്റില്ല. സംവിധാനത്തിന്റെ വീഴ്ചയല്ല, നാട്ടുകാരുടെ വീഴ്ചയാണ്. അല്ല, അങ്ങനെ ഒരു പരാതി അതിന്റെ അധികൃതർ കിട്ടിയിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും പിടിക്കാതെ പോയത്. അപ്പൊ അങ്ങനെ പരാതി കിട്ടിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും പിടിക്കുമായിരുന്നു. അങ്ങനെ പരാതിയെ പറ്റി നിങ്ങളാരും പറയുന്നില്ലല്ലോ. ശരി, ഓക്കെ. പരാതി കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. എനിക്ക് പരാതി കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് കൃത്യമായി അറിയില്ല. പരാതി കൊടുത്തിട്ടുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നതിന് മുമ്പും. എന്തായാലും പരാതി കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ഒരു നാട്ടിലൊരു ക്രൈം സ്ഥിരമായി നടക്കുന്നുണ്ട് എങ്കിൽ അത് തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം സ്വാഭാവികമായും ആ നിയമപാലകർക്കുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ശ്രീകൃഷ്ണൻകുട്ടി, പരാതി ഉണ്ടാവില്ലോ എന്ന് എനിക്കറിയില്ല. പരാതി ഉണ്ടായാലും ഇല്ലെങ്കിലും ഒരു ക്രൈം സ്ഥിരമായി നടക്കുന്ന ഒരു ക്രൈം അത് തടയാനുള്ള ഉത്തരവാദിത്വം എന്തായാലും ആ നാട്ടിലെ നിയമ സംവിധാനത്തിലുണ്ടല്ലോ. അത് വ്യാഖ്യാനമല്ല. ശ്രീകൃഷ്ണൻകുട്ടി, ഞാനൊരു കാര്യം പറഞ്ഞല്ലോ, ഈ നാട്ടിലെ പോലീസോ അല്ലെങ്കിൽ ഈ നാട്ടിലെ സംവിധാനം എല്ലാം ഇവിടെ ഇടതുപക്ഷം ഭരിക്കുന്നതുകൊണ്ട് അതെല്ലാം ഇടതുപക്ഷം മൊത്തത്തിൽ ന്യായീകരിക്കേണ്ട കാര്യമില്ല. ഇതിലെല്ലാം വീഴ്ച വരും. ആ വീഴ്ച എല്ലാ കാലത്തും ഉണ്ടോ, ഏത് പാർട്ടിയിലുണ്ടോ. ആ വീഴ്ചയായിട്ട് കണ്ട് അതിനെ തിരുത്തിയാണ് മുന്നോട്ട് പോകേണ്ടത്. അതാണ് ഇടതുപക്ഷ രീതി. താങ്കളൊരു ഇടതുപക്ഷക്കാരൻ കൂടി ആയതുകൊണ്ടാണ് കൃത്യമായി തന്നെ അങ്ങനെ പറയുന്നത്. നിങ്ങൾ ഈ പറയുന്ന ആരോപണം ഇനിയും തെളിയിക്കപ്പെടേണ്ടതായിട്ടുള്ള കാര്യമാണ്. ഞാൻ തെളിയിക്കപ്പെടേണ്ട ഒരു നാട്ടിൽ ഒരാൾ സ്ഥിരമായി പന്നിയെ കെണിവെച്ച് പിടിക്കുന്നു, കൊല്ലുന്നു, അയാളുടെ ഇറച്ചി വിൽക്കുന്നു എന്നാണ് പോലീസ് ഇതുവരെ പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ല, ആദ്യമേ തന്നെ പറഞ്ഞു എന്റെ കയ്യിൽ തെളിവൊന്നുമില്ല, ഞാനത് പരിശോധിച്ചതുമല്ല. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ ആദ്യമായിട്ടല്ലോ ഇതെന്തായാലും ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ രണ്ടുപേരും കയ്യിലില്ലാത്ത തെളിവിനെ പറ്റി നമ്മൾ തർക്കിക്കേണ്ട ആവശ്യമില്ലല്ലോ. ശരി, ഓക്കെ. ഇനിയും ടച്ച് ചെയ്യാതെ പോകുന്ന ഒരു പ്രധാന പോയിന്റ് ആണ് ഈ വന്യജീവി സംരക്ഷണ നിയമം. അതിനെപ്പറ്റി ഇവിടെ ശരി, ഓക്കെ. അത്രയും വിശദമായി ചർച്ച ചെയ്യാൻ സമയമില്ല. എന്തായാലും വിമർശനവും സ്വയം വിമർശനവും കൂടി ചേർന്നാണ് എന്ന് താങ്കൾക്ക്, ഒരു പാർട്ടിക്കാരനായ താങ്കൾക്ക് നന്നായി അറിയാം എന്ന് തോന്നുന്നു. എന്തായാലും ശ്രീ ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത്. ശ്രീ ചന്ദ്രൻ നായർ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? കിരൺ സാർ, ഈ നമ്മുടെ അനന്തുവിന്റെ കുടുംബത്തോട് അവരുടെ ദുഃഖത്തോട് പങ്കുചേരുന്നതിനോടൊപ്പം ഈ രാഷ്ട്രീയക്കാർക്ക് എന്ത് പറ്റി സാർ? അതായത് ഇലക്ട്രിസിറ്റി ബോർഡിന്റെയും ചില വ്യക്തികളുടെയും അശ്രദ്ധ കൊണ്ട് ആ 14-കാരനായിട്ടുള്ള ആ ഒരു യുവജനം അവൻ നഷ്ടപ്പെട്ടു. പക്ഷെ ഈ രാഷ്ട്രീയക്കാരെന്താന്ന് വെച്ചാൽ എന്താ സാർ ഇങ്ങനെയൊക്കെ? ഇവരൊന്നും മനുഷ്യരല്ലേ? അതായത് രാഷ്ട്രീയത്തിന്റെ മുകളിലിരിക്കുന്നവർ സംസാരിക്കുന്നു, അവരെ പിന്താങ്ങിക്കൊണ്ട് നമ്മുടെ പൊതുവേദിയിൽ സംസാരിക്കുന്നു. സാർ, ആ കുട്ടിയോടും ആ കുട്ടിയുടെ കുടുംബത്തിനോട് യാതൊരു തരത്തിലുള്ള സ്നേഹവും ബഹുമാനവും ഇല്ലേ ഇവർക്ക്? എന്തൊരു കഷ്ടമാണ് സാർ. ഞാൻ നിർത്തുക. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ മോഹൻദാസ് ആണ് വഴിക്കടവിൽ നിന്നാണ്. ശ്രീ മോഹൻദാസ്, താങ്കളുടെ വീടിന് അടുത്ത് തന്നെയാണോ ഈ സംഭവം ഉണ്ടായത്? സാറേ, ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഇവർ ഈ പറയുന്ന പോലൊന്നും അല്ല കാര്യങ്ങൾ. കാരണം ഇവിടെ വന്യമൃഗങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ വയ്യാത്തൊരവസ്ഥയാണ്. ഈ അവസ്ഥയിൽ ഗോവിന്ദ മാഷയൊക്കെ ഇത് വർത്താനം കിട്ടാൻ നമുക്ക് വളരെയധികം സങ്കടമാണ് തോന്നുന്നത്. കാരണം നമ്മുടെ വനമന്ത്രിയൊക്കെ പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നോക്കിക്കോ, കേസിന്റെ അന്വേഷണങ്ങൾ കഴിയുമ്പോൾ ഇതിലൊന്നും ഉണ്ടാവില്ല. കാരണം ആ പ്രതി കുറ്റമേറ്റല്ലോ, അത് തന്നെ അത് പര്യവസാനിക്കും. കാരണം ഞങ്ങളിവിടെ വന്യമൃഗങ്ങളെ കൊണ്ട് ഒരുപാട് പൊറുതിമുട്ടാണ്. വൈകുന്നേരമായ പുറത്തിറങ്ങാൻ വയ്യാത്തൊരവസ്ഥയാണ്. നമ്മുടെ സർക്കാരിന് ഇനിയുണ്ടല്ലോ സമയം, ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടുകൂടെ? ആ മേഖലയിൽ ഈ പന്നിശല്യം നേരത്തെ ഉള്ളതാണോ? ഇത് പന്നി, ആന, ഞങ്ങൾക്ക് ഇവിടെ ഇത് ആദ്യ തൊട്ടേ ഉള്ള ശല്യമാണ്. അവിടെയൊക്കെ ഈ പന്നിയെ കെണിവെച്ച് പിടിച്ച് ഇറച്ചി വിൽക്കുന്ന ആളുകളൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെ കൃഷി സ്ഥലങ്ങളിൽ സാധാരണ ഇവിടെ സോളാറാണ് കൂടുതൽ ഉപയോഗിക്കല്. ഇങ്ങനത്തെ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന അപൂർവമായിട്ട് 1-2 കേസുകൾ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പന്നിയെ വെച്ച് വെടിവെച്ച് ഇപ്പൊ നമുക്ക് പഞ്ചായത്ത് തന്നെ 3 ആൾക്കാരെ ചെയ്തിട്ടുണ്ട്. അവരുടെ പരമാവധി അവർ പിടിക്കുന്നുണ്ട്. ഫോറസ്റ്റ് അടുത്തല്ലേ, ഇത് ദിവസം പെറ്റ് വരികയല്ലേ.
ശരി, ഓക്കെ. ശ്രീ മോഹൻദാസ് ആണ് വഴിക്കടവിൽ നിന്നാണ് സംസാരിച്ചത്. എന്നാൽ നമുക്ക് ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പൊതുവേദി തുടരും. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. ന്യൂസ് 18 പൊതുവേദി തുടരുകയാണ്. ശ്രീ മോഹൻദാസ് ആണ് ആലത്തൂരിൽ നിന്ന്. ശ്രീ മോഹൻദാസ്, ഒരു അത്യന്തം ദാരുണമായ ഒരു മരണം, അത് ഒരു ഉപതെരഞ്ഞെടുപ്പ് കാലത്തും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലത്തിലുമായി ഉണ്ടായിപ്പോയത് എന്നതുകൊണ്ട് അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നത് അത് ആരായാലും അത് ശരിയാണോ? തീർച്ചയായും സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഈ ചിലര് അവരുടെ വൈജ്ഞാനിക സിദ്ധാന്തം ഈ പൊതുവേദിയിൽ ഇങ്ങനെ മാറ്റൊരച്ച് കാണിക്കാൻ കാണുമ്പോൾ മണിക്കൂർ കണക്കിന് സംസാരിക്കുന്നവരുണ്ട് സാറേ, മണിക്കൂർ കണക്കിന്. ഞങ്ങൾ വിളിച്ചോണ്ടിരിക്കുക, അവിടെ കിട്ടുന്നില്ല ഒന്നും. ഞാനൊക്കെ വേഗം കൺക്ലൂഡ് ചെയ്ത് അവസാനിപ്പിക്കുക, മറ്റാർക്ക് ഇത് കിട്ടണ്ടേ? ഇവർക്ക് ഇത്രയും ഘോരം ഈ രാഷ്ട്രീയം പറയുന്നവർക്ക് ഈ രാഷ്ട്രീയ അവബോധം ഇല്ലേ? സീരിയസ് ആയ ഒരു വിഷയം പറയുമ്പോൾ അവർക്ക് അതിനുള്ള അവസരം കൊടുക്കാൻ വേണമല്ലോ, അത് ഇടയ്ക്ക് അങ്ങനെയും വേണമല്ലോ. അതല്ല വിഷയം, അതിന്റെ പോയിന്റ്സ് മാത്രം പറഞ്ഞാൽ ഇത് വെറുതെ കിരണിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് അങ്ങനെ തോൽപ്പിക്കുക ജയിപ്പിക്കുക എന്നുള്ള പരിപാടിയൊന്നുമില്ല. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊരു പൊതുവായ ചർച്ച ചെയ്യുമ്പോൾ ഒരാൾ പറയും, ചിലപ്പോൾ എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അത് പറയും, അത് അങ്ങോട്ടും ഇങ്ങോട്ടും അതേ അർത്ഥത്തിൽ തന്നെ എടുക്കാം. അല്ലാതെ ഒരാളെ തോൽപ്പിക്കാന്നോ അല്ലെങ്കിൽ ജയിപ്പിക്കുക എന്നുള്ള കാര്യമൊന്നും. ആങ്കർ അതിനോട് പറയായിരിക്കും. പക്ഷെ ഇത് സംസാരിക്കുന്നവരും ശ്രദ്ധിക്കണമല്ലോ കാര്യങ്ങൾ പറഞ്ഞു അവസാനിപ്പിക്കേണ്ട. പക്ഷെ ഞാൻ കാര്യം പറയാം, ഇത് മെയ് 26 ഒരാൾ മരിച്ചിട്ടുണ്ട് അവിടെ. മെയ് 26. ഹലോ, കേൾക്കാം, പറഞ്ഞു. ആ മെയ് 26 ഒരാൾ മരിച്ചു. അത് 13 ദിവസമായി. അത് പോലീസ് റിപ്പോർട്ട് ഇതുവരെയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനും ഈ KSCBക്കും കൊടുത്തിട്ടില്ല അത്രേ. അത് കാരണം തൃശ്ശങ്കൂരാണ് അവന്റെ അന്വേഷണം നടക്കുന്നത്. പിന്നെ വേറൊരു കാര്യം, അത് എവിടെയും നീങ്ങിയിട്ടില്ല ഞാൻ ചാനലിൽ മനസ്സിലാക്കുന്നത്. പിന്നെ ഇദ്ദേഹം ഈ കേരളത്തിൽ ഇപ്പോൾ പറയുന്നത്, പിന്നെ ഇദ്ദേഹം തന്നെ പറയുന്നത് ഗൂഢാലോചനയും ഈ കലാപാഹവനും, ഈ രണ്ട് സാധനങ്ങളും കേരളത്തിൽ ഇങ്ങനെ പറത്തി വിടുക. അങ്ങനെ അതുപോലെ തന്നെ അവര് വീട്ടിലേക്ക് പോകാൻ വഴി നോക്കിയില്ല. പോലീസുകാർ ഒരു അടി വെച്ചിട്ട് നടന്നു പലയെ കൂടെ. അതുപോലെ ഈ ആംബുലൻസ് വീട്ടിലേക്ക് എത്തുന്നില്ല, അതിനൊന്നും ഒരു ഇതൊന്നുമില്ല. അത് അവിടെ ഇതിൽ കിടക്കുക. ഇപ്പൊ ഇത് എവിടെ ചെന്ന് അവസാനിക്കും? പിന്നെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ആ നാട്ടിലെ ആ വീട്ടിലേക്ക് ആംബുലൻസ് പോകാനുള്ള ഒരു വഴിയോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊന്നുമില്ല. അത്തരം ആളുകൾ അവിടെ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. നമുക്ക് ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു കാര്യം, നേരത്തെ തോട്ടയിട്ട് പൊട്ടിച്ചിട്ടാണ് മീനിനെ കൊല്ലുക. അത് കിരൺ അറിയാതിരിക്കാം. തോട്ട പറഞ്ഞു അറിയും. അത് എറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പരിസരത്തുള്ള വെള്ളത്തിലുള്ള മീൻ മുഴുവൻ ചത്തുപോകുന്നു. പിന്നെ അതുപോലെ തന്നെ ചിലവര് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ പിന്നെ മോഡേണൈസ് ചെയ്തു. ഇപ്പൊ ഇത് ഈ വിഷയം അത് അറിയിച്ചിട്ടുണ്ട്. ഈ കുട്ടിയെ ബന്ധു പറഞ്ഞു, അത് ഇലക്ട്രിസിറ്റി അറിയിച്ചിട്ട് വന്നിട്ടില്ല അവര്. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. എന്തായാലും നമുക്ക് ചില യൂട്യൂബിലെ കമന്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. മുരളീധരൻ നായരമ്മൻ, ഈ ദാരുണ സംഭവത്തിൽ രാഷ്ട്രീയം ഛർദ്ദിക്കുന്നു രണ്ട് പാർട്ടികളും, അതിനേക്കാൾ കഷ്ടം തോന്നി പൊതുവേല സ്ഥിരം പ്രേക്ഷകർക്കും രാഷ്ട്രീയ തീവ്രം ബാധിച്ച കാര്യത്തിൽ. ഷാജി ഭാസ്കരൻ, ജയകുമാരെ മാന്യമായാണ് ഞാൻ കമൻറ്റ് ചെയ്യുന്നത്, നീ എന്തിനാണ് എൻ്റെ പിതാവിൻ്റെ പേര് വികലമാക്കി പറയുന്നത്, പലതവണ പറഞ്ഞു. അത് ശരിയാണ്. ശ്രീ ഷാജി ഭാസ്കരൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അദ്ദേഹം പറയുന്നു. ശ്രീ ജയകുമാർ രാഷ്ട്രീയം പറയുമ്പോൾ താങ്കളുടെ രാഷ്ട്രീയം പറയാം, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അത് മാന്യമായി പറയണം. അദ്ദേഹം ഉന്നയിച്ചതൊരു ഗൗരവപ്പെട്ട വിഷയം തന്നെയാണ്. ജയകുമാർ അത് നമ്മുടെ പൊതുവിലൊക്കെ വിളിക്കുന്ന ആളാണ്, അതുകൊണ്ട് കുറെ കൂടി ശ്രദ്ധിക്കണം എന്ന് പ്രതീക്ഷിക്കുന്നു. ഏത് രാഷ്ട്രീയ പാർട്ടിക്കും അവരുടെ അഭിപ്രായങ്ങൾ മാന്യമായി പറയാൻ ഒരുപാട് പോസിറ്റീവ് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ട്. അവർക്ക് അത് അത്തരം കാര്യങ്ങളാണ് പറയേണ്ടത്, അല്ല എതിരാളികൾക്കെതിരെ മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിക്കലല്ല ചെയ്യേണ്ടത്.
പരാതി കൊടുത്തിട്ട് സമയത്ത് അന്വേഷിക്കാത്തത് കൊണ്ടല്ലേ ഇങ്ങനെ ഒരു മരണം സംഭവിച്ചത്? അപ്പോൾ പിന്നെ കൊലപാതകം എന്നല്ല ചാമക്കാല പിന്നെന്താണ് പറയേണ്ടത് എന്ന് ചോദിക്കുന്നത്. അവിടെ വീണ്ടും അങ്ങനെ അദ്ദേഹത്തിൻ്റെ പേര് ഷാജി ഭാസ്കരൻ എന്നാണ്. അതിനെ അങ്ങനെ തന്നെ ഉപയോഗിക്കണം. അതിനെ മറ്റു തരത്തിൽ ഉപയോഗിക്കുന്നത് ശരിയല്ല ശ്രീ ജയകുമാർ. അതോടൊപ്പം തന്നെ കുറ്റവാളികളുടെ രാഷ്ട്രീയം എന്താണ് എന്ന് സെബാസ്റ്റ്യൻ ചിറമൽ ചോദിക്കുന്നു. അപകടകരമായ വോൾട്ടേജിൽ കെണി ഒരുക്കുന്നവർക്കും കുഴൽക്കിണർ കുഴിച്ചു മൂടുകയോ സീൽ ചെയ്യാത്തവർക്ക് അടുത്ത ശിക്ഷ ഉറപ്പുവരുത്തണമെന്ന് മുരളീധരൻ നായർ പറയുന്നു. കൃഷ്ണൻകുട്ടിക്ക് ഒരു ലൈക്ക് ഇടുന്നു ഷാജി ഭാസ്കരൻ. ജയകുമാർ കോൺഗ്രസ് രാഷ്ട്രീയം കളിച്ചെങ്കിൽ അവർ ഒരു പാർട്ടിയാണ്, മന്ത്രി ഒരു പാർട്ടിയുടെ ആൾ മാത്രമാണോ എന്ന് ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റ് ചില കമൻറ്റുകൾ കൂടിയുണ്ട്. ശ്രീ കൃഷ്ണകുമാറാണ്. ശ്രീ കൃഷ്ണകുമാർ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഇതില് സംഭവിക്കുന്നത് അല്ല, എനിക്ക് ചോദിക്കുന്നത് ഈ 14കാരന്റെ വിഷയം ഒരു രാഷ്ട്രീയമായിട്ട് മാറ്റിയതിന്റെ ഒരു വിഷയമാണ്. ഇതിനുമുമ്പ് ആന എല്ലാം ഇങ്ങനെ കെണി കുരുങ്ങി മരിച്ചിട്ടുണ്ട്. ഇതിപ്പോ ഒരു രാഷ്ട്രീയമായിട്ട് എടുത്തതിന്റെ എന്താണ് അത് നമുക്ക് അറിയാവുന്ന ഒരു കാരണം. ഞാൻ ഇന്നും ഈ ഡിബേറ്റ് എല്ലാം കാണുന്ന ഒരു വ്യക്തിയാണ്. എല്ലാ ഡിബേറ്റും നിങ്ങളുടെയും എല്ലാ ചാനലും കാണുന്ന ഒരുത്തനാണ്. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ടാവും അതിനകത്ത് ഇത്രയും രാഷ്ട്രീയം. അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഇതിനേക്കാൾ ദാരുണമായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴൊന്നും അങ്ങനെ ഇത്തരത്തിൽ വലിയ ചർച്ചകളും നേതാക്കന്മാരുടെ പ്രവാഹമൊന്നും ഉണ്ടാവാറില്ല. ഒരു കുട്ടി മരിച്ചു, അതിനെന്തെങ്കിലും നഷ്ടപ്പെട്ടത് എന്തെങ്കിലും ചെയ്യുക എന്നുള്ളത് തന്നെ ആ കുട്ടിക്ക് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ലായിരുന്നു. അത് നമ്മൾ ചിന്തിച്ചില്ല. ഇതിനു മുമ്പ് അങ്ങനെ കുട്ടി അങ്ങോട്ട് പോകുന്നതല്ലല്ലോ വിഷയം. കുട്ടികൾ എവിടെ പോകുന്നില്ല എന്നുള്ളതല്ലല്ലോ വിഷയം. അവിടെ അനധികൃതമായ ഒരു കാര്യം ചെയ്തു വെക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ്. അങ്ങോട്ട് കൊടുക്കണ്ട. ഞാൻ പറയാൻ വന്നൊരു കാര്യം, ഇതിനു മുമ്പ് നിങ്ങൾ ഈ അടുത്ത ദിവസം ഒരു മറ്റേ ഈ അട്ടപ്പട്ടിയിൽ ഒരു കുട്ടിയെ കെട്ടിയിട്ട് കെട്ടിയിട്ട് മർദ്ദിച്ചു എന്ന് പറഞ്ഞില്ലേ? അതിന്റെ യഥാർത്ഥ വീഡിയോ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നോ? ഇല്ലെങ്കിൽ ഞാൻ അയച്ചുതരാം. അയാൾ എന്താ ചെയ്തെന്നുള്ള ആദ്യം മുതൽ അവസാനം വരെ ശരി കൃഷ്ണ, നമ്മുടെ സമയം അവസാനിക്കുന്നതുകൊണ്ടാണ് നമുക്ക് എന്തായാലും പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് പൊതുവെ ഉണ്ടായ അഭിപ്രായ പ്രകടനങ്ങൾ ഇത്തരം ഒരു ഘട്ടത്തിലെങ്കിലും നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ കുറെ കൂടി പക്വത കാണിക്കണം. അവർക്ക് അന്തസ്സായി പറയാൻ ഒരുപാട് രാഷ്ട്രീയമുണ്ട്. അത്തരം കാര്യങ്ങൾ വികസനം മുതൽ രാഷ്ട്രീയം മുതൽ ഒട്ടേറെ വിഷയങ്ങളുണ്ട്. അത്തരം വിഷയങ്ങൾ കാണിക്കാനുള്ള ഒരു ഗൗരവം പുതിയ കാലത്തെങ്കിലും രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ കാണിക്കേണ്ടതാണ്. അതിനെയൊക്കെ ന്യായീകരിച്ച രണ്ട് പാർട്ടിയിലും പെടുന്ന ആളുകൾ സ്വാഭാവികമായും അങ്ങനെയൊക്കെ ചെയ്യും. അതിനെയൊക്കെ ന്യായീകരിച്ച ആളുകളുണ്ട്. ഓരോരുത്തർക്കും അവരവരുടെ പാർട്ടിയുടേതായ ന്യായീകരണങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് ഒരു ഉപതെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തെറ്റാണെന്നുള്ളിൽ അറിയാമെങ്കിൽ പോലും ചിലപ്പോൾ അത് പുറത്ത് പറയുന്നതിനൊക്കെ പലർക്കും പ്രയാസവും ഒക്കെ ഉണ്ടാവും. എന്തായാലും അതെല്ലാം മനസ്സിലാക്കുന്നു. നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.